പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും പ്രേക്ഷകരോട് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശേഖർ അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനത്തോളം നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ശേഖർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവിൻ്റെ ദാസനെ പ്രേക്ഷകരോടൊപ്പം അരോമ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്ന? വീട്ടിൽ ആരൊക്കെയുണ്ട്? സ്തോത്രം. കർത്താവിന്റെ നാമം ഈ പകൽ വാഴ്ത്തുമാറാകട്ടെ. ഞാൻ എറണാകുളം ഫോർട്ട് കൊച്ചി ദേശത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്വന്തം നാട് പോണ്ടിച്ചേരി, തമിഴ്നാട് പോണ്ടിച്ചേരി. ഒരു ഗ്രാമം, വില്ലേജ് ആണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളം ഫോർട്ട് കൊച്ചി സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് ഫോർട്ട് കൊച്ചി എന്നാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ വൈഫ്, 3 ആൺമക്കളുണ്ട്. മൂത്തവന്റെ പേര് ജയചന്ദ്രൻ, അവൻ ഖത്തറിലായിരിക്കുന്നത്. രണ്ടാമത്തെ മകന്റെ പേര് അരുൺ ചന്ദ്രൻ, ഇളയ മകന്റെ പേര് കിരൺ ചന്ദ്രൻ. അങ്ങനെ ദൈവകൃപയാൽ 3 ആൺമക്കൾ ദൈവം എനിക്ക് നൽകുവാനിടയായി. എന്നെ വളരെ സന്തോഷമായി. കുഞ്ഞുങ്ങളപ്പുറം എനിക്ക് ജീവിക്കുവാൻ ഭാഗ്യം സ്വർഗത്തെ ദൈവം എനിക്ക് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് കൊടാക്കോടി സ്തോത്രം, നന്ദി സമർപ്പിക്കണം. ആമേൻ. കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല ഓർമ്മക്കുറിപ്പുകൾ, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ അവസരം വേർതിരിക്കുന്നു. സ്തോത്രം. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം തന്നെ ഒരു വചനം എൻ്റെ ഹൃദയത്തിലെ ഓടി വരുന്ന യിരെമ്യാ പുസ്തകം 18-ാം അധ്യായത്തിൽ യഹോവയിൽ നിന്ന് യിരെമ്യാവിന് അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ കുശവന്റെ വീട്ടിൽ ചെല്ലണം. അവിടെ വച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കും. അങ്ങനെ യിരെമ്യാവ് കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുശവന്റെ കയ്യിൽ നിന്ന് മൺപാത്രം ചീത്തയായിപ്പോയി. അവൻ വീണ്ടും ഒരു പാത്രം ആ കുശവൻ ആ മണ്ണ് കൊണ്ട് ചെയ്യുവാനിടയായി. അത് യിരെമ്യാവിന് കർത്താവ് യേശു ക്രിസ്തു അത് കേൾപ്പിക്കുവാൻ, കാണുവാൻ അവസരം തന്നത്, ഒരു മനുഷ്യൻ ചീത്തയായി പോയാൽ അത് വീണ്ടും പണിവാനുള്ള ഒരു കുശവൻ ആയ എൻ്റെ കർത്താവ് യേശു ക്രിസ്തു ഈ ശേഖർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഒരിക്കൽ ചീത്തയായിപ്പോയി. ആ ചീത്തയായിപ്പോയ ഒരു മൺപാത്രമായിരുന്നു എന്നെ വീണ്ടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വീണ്ടും പണിവാൻ ഇടയായി. ഞാൻ ജനിച്ചത് ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ സാലവനൂർ എന്ന് പറയും, തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച്. എൻ്റെ പിതാവ്, അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു. ആ സമയം 62-ലാണ് ഞാൻ ജനിച്ചതിന് എൻ്റെ പെങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒറിജിനൽ 60-ലാണെന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ കാലഘട്ടത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഈ കാലവണ്ടിയും കുറെ സ്ഥലങ്ങളും ഇത്തിരി പാടങ്ങളും കുറെ ആടും പശുവും ഉള്ളത് ഞങ്ങളുടെ ഭവനത്തിൽ മാത്രമായിരുന്നു. അതുപോലെ ഒരു ഗ്രാമം, ചെറിയൊരു ഗ്രാമം, കുറേ പാടങ്ങളും നെൽപ്പാടങ്ങളും കൃഷിയും, അങ്ങനെ ഒരു ഗ്രാമത്തിൽ ജനിച്ച്. എൻ്റെ ചേട്ടൻ, എൻ്റെ കൂടപ്പിറപ്പ്, ഞാൻ 8ാമത്തെ ആളാണ്. 7 മക്കൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന 2 ചേട്ടന്മാർ ആ കാലഘട്ടത്തിൽ തന്നെ കോളേജിൽ പഠിക്കുകയും അച്ഛനെ വല്ലാതെ ഉപദ്രവിക്കുകയും അച്ഛനോട് ഏത് സമയത്തും വഴക്കുണ്ടാക്കുകയും ബഹളുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ചേട്ടന്മാർ ഭയങ്കര മേട് കാരണം എന്നെ സ്കൂളിലേക്ക് വിടാതെ
ആടുകളെ മേയ്ക്കുവാനും കൃഷി നെല്ല്, കരിമ്പ് ഇങ്ങനെ വെള്ളം കൊടുക്കുവാനും വെള്ളം തരുവാനും കൃഷിക്ക് വെള്ളം തരുവാനും ആ ജോലിക്ക് എന്നെ ചെറുതിലെ ആക്കുവാനിടയായി. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ സ്കൂളിൽ പോയാലും ആ സ്കൂളിലിരുന്ന് വന്ന് എന്നെ വലിച്ചു കൊണ്ടുപോയിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയും തല്ലുകയും എൻ്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ വരെ എൻ്റെ അച്ഛൻ പരിച്ചെടുക്കുവാനിടയായി, അടിച്ച് അങ്ങനെ അത്ര ഉപദ്രവിക്കുവാനിടയായി. കാരണം ഞാൻ ജനിച്ചത് വളരെ മോശപ്പെട്ട സമയമായിരുന്നെന്നും ഞാൻ ജനിച്ച ശേഷം എൻ്റെ കുടുംബം വല്ലാത്ത രീതിയിൽ നീങ്ങുകയും ഡെയിലി ആടുകൾ ചാകും, പശുക്കൾ ചാകും, കിണർ ഇടിഞ്ഞു വീഴും, മാവ് ഉണങ്ങി, തെങ്ങ് ഉണങ്ങി, ഇങ്ങനെ വല്ലാത്ത ഒരു രീതിയിലാണ് എൻ്റെ ജനനമെന്നും അങ്ങനെ എനിക്ക് കുഞ്ഞിപ്രായത്തിൽ ഞാൻ ഒതലങ്ക, അതായത് തമിഴ്നാട്ടിലെ പറയുമ്പോൾ, തമിഴിൽ പറയുമ്പോൾ കോവലക്കൊട്ടൻ പറയും, അരളി എന്ന് പറഞ്ഞ ഒരു കശുവണ്ടി പോലെ തന്നെ ഇരിക്കും ആ സാധനം. ശർക്കര കൂട്ടി കഴിച്ചാൽ 1 മണിക്കൂർ അപ്പുറം ഒരിക്കലും ജീവിക്കത്തില്ല, അങ്ങനെ മരിച്ചു പോവും. അങ്ങനത്തെ ഒരു വിഷം, കൊടും വിഷമുള്ള ഒരു കായ് ഈ എളിയവൻ കഴിക്കുകയും അങ്ങനെ ഇരിക്കെ എൻ്റെ നാട്ടിലുള്ള ഗ്രാമത്തിലുള്ള സകല ജനവും ഇത് അറിഞ്ഞ് ഓടി വന്ന് വീട് കുത്തി പൊളിച്ച് തുറന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നിടയായി. എനിക്ക് ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇതിന്റെ ഇടയിൽ രോഗങ്ങളും ഇത്തിരി ബുദ്ധിമുട്ട് വിഷയങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. എൻ്റെ അച്ഛന്റെ ഉപദ്രവം വല്ലാത്ത ഒരു ഉപദ്രവവും, അവളപ്പോൾ ജീവിക്കരുത്, ഇനി ഒരിക്കലും ജീവിക്കരുത്, എനിക്ക് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതായിട്ട് ഉണ്ടാകരുത് എന്ന് കുഞ്ഞുപ്രായത്തിൽ ഒരു തീരുമാനം ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞിൽ തീരുമാനം എടുക്കുവാനിടയായി. അങ്ങനെ ഒതലങ്ങ ഈ അരളി കായ് തിന്നത്. അങ്ങനെ എനിക്ക് ഞാൻ രക്ഷപ്പെടുവാനും വീണ്ടും കൃഷി ചെയ്യാനും ആട്ടിടയനായിരുന്നു, ആടുകൾ മേയ്ക്കുവാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ഉള്ളത്തിൽ, ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ജനനം ഉണ്ടാകരുത്, ആർക്കും അനുഭവിക്കരുത് എന്ന് പറഞ്ഞാൽ വല്ലാത്ത വേദനിക്കുകയും, മരിച്ചാൽ കൊള്ളാം, ഇനി ജീവിക്കണ്ട, എന്തിനു ജീവിക്കണം, എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കുന്നുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയിട്ട്, അച്ഛൻ പട്ടാളക്കാരനാണ്, വീട്ടിലെ വലിയ വീടാണ്, വീട്ടിൽ പേര് വലിയ വീട്, പാടവും നെല്ലും കരിമ്പും ചാക്ക് കണക്ക് ഇങ്ങനെ ചാക്കുകളും അടുക്കി വെച്ചിരിക്കുന്ന അനുഭവങ്ങളൊക്കെ കണ്ട് ഇത്രയും വലിയ വീട്ടിൽ ജനിച്ചിട്ട് പഠിക്കാനൊരു എനിക്ക് അവസരം ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് വല്ലാതെ ദുഃഖിച്ചിട്ട് നാളുകളുണ്ട്. പിന്നെ അച്ഛന്റെ ഉപദ്രവം, അച്ഛൻ ചേട്ടന്മാരെ അടിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ തല്ലും, എന്നെ ഒരുപാട് ഉപദ്രവിക്കും. സ്കൂളിൽ പോയാലും സ്കൂളിലേക്ക് വിടാറില്ല, സ്കൂളിൽ പഠിക്കേണ്ട, നീ പഠിച്ച് ചേട്ടന്മാരെ പോലെ തന്നെ നീ ചെയ്യും. അതുകൊണ്ട് എൻ്റെ ചേട്ടൻ ഒരു മുരുകേസൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ അന്ന് കോളേജിൽ പഠിക്കുമായിരുന്നു. 1965, 67, 68 കാലത്ത് ചേട്ടൻ അങ്ങനെ ആ സമയം ഞങ്ങളുടെ ഗ്രാമത്തിലെ പഠിപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂളും വിദ്യാഭ്യാസം എന്നാണ് അറിയാത്ത ഒരു ഗ്രാമത്തിലെ, എൻ്റെ കുടുംബത്തിലെ അങ്ങനെ പഠിപ്പുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും കുഞ്ഞു പ്രായത്തിൽ തന്നെ നാട് വിട്ട് ചെന്നൈ പോയി, എൻ്റെ ഗ്രാമത്തിൽ ചെന്നൈ പോയി ഒരു ജോലി ചെയ്ത്, ഒരു വണ്ടി വാങ്ങിച്ച്, ചെറിയ വണ്ടി വാങ്ങിച്ച് ജോലിയൊക്കെ ചെയ്ത്. അപ്പോൾ എൻ്റെ ഉള്ളത്തില് എന്തായാലും നമ്മൾ മരിക്കണം, ജീവിക്കണ്ട, മരിക്കുന്ന മുമ്പ് എൻ്റെ പെങ്ങൾ കസ്തൂരി എന്ന് പറഞ്ഞ എൻ്റെ മൂത്ത പെങ്ങൾ വീട്ടിലെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. അവര് വിവാഹം ഒന്ന് നടത്തി കൊടുക്കുന്ന ഒരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ആ വണ്ടി വിറ്റ് പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകന്റെ അടുത്ത് വന്ന് കുറച്ച് പണം ഞാൻ വായ്പ വാങ്ങിച്ച് എൻ്റെ പെങ്ങളുടെ വിവാഹം എൻ്റെ അച്ഛനും ഞാൻ എല്ലാവരും കൂടി നടത്തി, സന്തോഷമായി നടത്തി. അതോടുകൂടി ഇത്തിരി പൈസ കയ്യിലെടുത്ത് എവിടെയെങ്കിലും പോയി മരിക്കണം, അങ്ങനെ മരിക്കാൻ വളരെ എന്തൊക്കെയോ ഞാൻ ഇതൊക്കെ ചെയ്ത് മരിച്ചാൽ കൊള്ളാം, പക്ഷെ പുറത്ത്
ഒരാളോടും ഞാൻ പറയത്തില്ല. സംഭവം ഉള്ളിലാണ് എനിക്ക് മരിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ പല രീതിയിലെ മരണത്തെ അന്വേഷിച്ച് നടക്കുകയും അങ്ങനെ മരിക്കുന്ന ആഗ്രഹത്തോടു കൂടി വീണ്ടും ഞാൻ എൻ്റെ ഗ്രാമത്തിലിരുന്ന് ബാംഗ്ലൂർ പോയതല്ല, അങ്ങനെ ഇറങ്ങി ഭ്രാന്തനെ പോലെ നടന്ന് 17 വയസ്സുള്ളപ്പോൾ ഒരു കുഞ്ഞു പയ്യൻ നടന്ന് എവിടെയെങ്കിലും സ്ഥലം കണ്ടാൽ കടന്നു ഉറങ്ങും. അങ്ങനെ കടന്നു ഉറങ്ങി നടന്ന് വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നാ പോണത്, കയ്യില് പൈസ ഉണ്ട്, ഭക്ഷണം കഴിക്കൂല, തന്നെ ചാകണം, ഞാൻ മരിച്ചിട്ട് വേണം എന്റെ കുടുംബത്തിൽ ശാപം മാറാൻ. ശാപമുണ്ട്. ഞങ്ങളുടെ ഹൈന്ദവ സ്വന്തമായിട്ട് ഒരു കാവും ശരിയോ ക്ഷേത്രം ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. എന്റെ അമ്മ ഭയങ്കര ഭക്തിയാണ്, ഭയങ്കര ഭക്തിയാണ്. അപ്പൊ ഞാൻ ജനിച്ച ശേഷം ഞാൻ ജനിച്ച് ശാപത്തിൽ ജനിച്ചതാണ്. അങ്ങനെ ശാപം ഉള്ളത് കൊണ്ടിട്ട് എന്റെ കുടുംബം നശിച്ച്. അങ്ങനെ ഞാൻ മരിച്ച് എന്റെ ശരീരം പക്ഷികളൊക്കെ തിന്നണം, അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എന്റെ ശരീരം നാറ്റമെടുത്ത് ചീഞ്ഞ് നാറി അങ്ങനെ ഒരു മരണമായിരിക്കുന്നതിന് ഉള്ളിൽ ഒരു ആഗ്രഹം. അങ്ങനെയെങ്കിലും എന്റെ ശാപം എന്റെ കുടുംബത്തിൽ നിന്ന് മാറുമല്ലോ. എന്റെ കൂടപ്പിറപ്പും ഒക്കെ രക്ഷപ്പെടും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പെങ്ങന്മാരുടെ വിവാഹമൊക്കെ നടക്കും. എന്റെ കുടുംബം നശിയാതിരിക്കും. ഡെയിലി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന, ഡെയിലി ആട് ചാകും, പശു ചാകും, കിണർ പിടിഞ്ഞു വീഴും, തെങ്ങ് തന്നെ ഇരുന്ന് ഉണങ്ങും. അങ്ങനെ ഒരു ശാപത്തിൽ ജനിച്ച ഒരു ഉള്ളില് അങ്ങനെ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എനിക്കൊരു പഠിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. നല്ല ഒരു വസ്ത്രം ധരിക്കാൻ എനിക്കൊരു ഭാഗ്യം എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഒരു വസ്ത്രം പോലെ എൻ്റെ അച്ഛൻ എനിക്ക് തരില്ല, വസ്ത്രം എടുത്തരില്ല. കാരണം ചേട്ടന്മാര് ചെയ്ത ഉപദ്രവം, ചേട്ടന്മാരുടെ ഉപദ്രവം എൻ്റെ അച്ഛനെ വല്ലാത്ത വേദനിച്ചു. എൻ്റെ അച്ഛൻ ഇല്ല സ്വത്ത് പാടങ്ങളൊക്കെ കൃഷി പാടങ്ങൾ വിറ്റ് അനാവശ്യമായ ചെലവ് ചെയ്ത് അച്ഛൻ വല്ലാത്ത ഒരു രീതിയിലായിരുന്നു എൻ്റെ അച്ഛന്റെ സ്വഭാവം. അങ്ങനെ എനിക്ക് ഞാൻ വേലൂര് എത്തി. അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിൽ രാത്രി ഞാൻ കിടന്നപ്പോൾ കുറെ ആൾക്കാർ അവിടെ കിടക്കുന്ന, ഞാനും പേപ്പർ വിരിച്ച് കിടക്കുന്ന. പോലീസ് വന്ന് പിസിലടിച്ചപ്പോൾ എല്ലാവരും ഒരങ്ങനെ പോലെ അഭിനയിച്ച്. ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ എന്നെ വിളിച്ചിട്ട് എവിടെ നിന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പട്ടാളക്കാരനല്ലോ, അപ്പോ ഞാൻ ഒറിജിനൽ പറഞ്ഞാൽ എൻ്റെ അച്ഛനെ വിളിപ്പിക്കുകയോ എന്നെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയോ എന്ന് പേടിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞില്ല. സത്യം പറയാതെ അവരെന്നെ പിടിച്ച് തല്ലി ശരിക്കും ചതച്ച് തന്നെ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുന്ന സമയത്ത് പോലീസ് എന്നെ വല്ലാത്ത ചവിട്ടി. പരിശോധിച്ചപ്പോൾ എന്റെ കയ്യിൽ ഇത്തിരി പൈസ ഉണ്ടായിരുന്നു, ഒരു സീക്കോപ്പോയി വാച്ച് ഉണ്ടായിരുന്നു. ഞാൻ ചെന്നൈയിൽ നിന്ന് ഒരു വണ്ടി, ഞാൻ പറഞ്ഞല്ലോ ചെന്നൈയിൽ നിന്ന് ഒരു വണ്ടി വിറ്റപ്പോൾ ആ വണ്ടിയിൽ എന്റെ പെങ്ങളുടെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒത്തിരി പൈസ എന്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു സീക്കോപ്പോയി വാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചെറിയ പയ്യനക്ക് ഇത്തിരി വാച്ച് എവിടെ നിന്ന് കിട്ടി, ഇത്തിരി പൈസ എവിടെ നിന്ന് കിട്ടി, ഇത് എവിടെ നിന്നാണ് ഇനി കളവ് ചെയ്ത് കട്ടെടുത്ത് എവിടെ നിന്നാണ്, ഏത് കടയിൽ നിന്നാണ് കുത്തി പൊളിച്ചത്, ഏത് വീട്ടിൽ നിന്നാണ് നീ കട്ടെടുത്തത് എന്ന് പറഞ്ഞ് പോലീസ് വല്ലാത്തൊരു ഉപദേശിച്ച്. എനിക്ക് സത്യം പറയാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ എന്നെ വീട്ടിലേക്ക് ഏൽപ്പിക്കുന്നവർ പേടിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു. പിന്നെ അവര് എന്നെ വല്ലാത്ത ഉപദ്രവിക്കും, തല്ലി ചതച്ച് വല്ലാത്ത ഒരു ക്രിമിനൽ, ഒരു കൊല ചെയ്ത ഒരു വ്യക്തിയെ പോലും അത്രയും തള്ളത്തില്ല. അത്രയും തള്ളി എന്നെ ചതച്ച് കാട്പാടി ഒരു തുറപ്പാടിന് ഒരു ജയിലിന്റെ അകത്ത് കൊണ്ടുപോയി എന്നെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനിടയായി. 15 ദിവസം ഒരു ചെറിയ പയ്യന്. അപ്പോഴത്തേക്ക് റിപ്പബ്ലിക് ആഗസ്റ്റ് 15 ഒരു സിനിമ നടൻ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരു സിനിമ നടൻ വന്ന് എന്നെ കണ്ടപ്പോൾ, ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്ത് ആക്കാൻ, നിങ്ങൾക്ക് ആരാ പെർമിഷൻ കൊടുത്ത്, നിയമപ്രകാരം അവന്റെ പ്രായപൂർത്തി ആയിട്ടില്ല, അവനെ പുറത്ത് വിടണമെന്ന് ആ സിനിമ നടൻ പറഞ്ഞപ്പോൾ എന്നെ പുറത്ത് വിടാനിടയായി. അങ്ങനെ പുറത്ത് നടന്ന് വേലൂരിൽ നിന്ന് നടന്ന് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ അങ്ങനെ കറങ്ങി നടന്ന് ഒരു ഹോട്ടൽ ജോലി വന്ന് ഒരാൾ വിളിച്ച് ഹോട്ടലിന്റെ പ്ലേറ്റ് മേശ തുടയ്ക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ മേശ തുടച്ച് ഒരു 2-3 മാസം ബാംഗ്ലൂർ ഒരു ഹോട്ടലിൽ ഇരുന്നപ്പോൾ ഒരു വെള്ള ഫാന്റ് വെള്ള ഷർട്ട് ഇട്ട ഒരാൾ മേശ തുടയ്ക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ അയാളടുത്ത് ചെന്ന് കന്നഡ ചോദിച്ച് പേരെന്താണ്.
എനിക്ക് കന്നഡ അറിയത്തില്ല, ഞാൻ തമിഴാണ്, ഊട്ടിയാണ്. അയ്യോ, നിങ്ങൾ ഇത്ര വലിയ ഒരാള് മേശ തുടയ്ക്കുന്നത് എനിക്ക് പറ്റത്തില്ല, കാണാൻ പറ്റില്ല. ആ പുള്ളി ചരിത്രം പറഞ്ഞ്, ഇന്നലെ മെജസ്റ്റിക് വെച്ച് എന്റെ പണം, എന്റെ സൂട്ട്കേസ് എല്ലാം നഷ്ടപ്പെട്ടു. 1 രൂപ പോലെ ഇല്ല. വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ 1 രൂപ അല്ലേ, ആരോട് ചോദിക്കുന്ന അറിയില്ല. അങ്ങനെ ഈ ഒരു ഹോട്ടലിൽ നിന്ന് മേശ തുടയ്ക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ എനിക്കൊന്ന് ബാത്റൂം പോകാൻ, മുഖം കഴുകാൻ, പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ അവരെന്നെ നാട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പണം തരുമല്ലോ. അന്ന് മൊബൈൽ ഇല്ലാത്ത കാലഘട്ടത്താണ്. അപ്പൊ അങ്ങനെ പുള്ളിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ്, ഒരു കാര്യം താങ്കൾ ഇത് ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് വണ്ടി കാശ് തരാന്ന് പറഞ്ഞ് ഞാൻ ആ കാലഘട്ടത്തിൽ 100 രൂപ ഈ ആ വ്യക്തിക്ക് ഞാൻ തരികയും, അപ്പൊ അയാള് ഊട്ടി ആണ് എന്റെ വീട്, എന്റെ വീട്ടിലേക്ക് താങ്കൾ വരണം എന്ന് പറഞ്ഞ് എനിക്ക് ഒരു സിഗരറ്റ് പാക്കറ്റ് ആട്ടയില് പേരെഴുതി CH ഭോജൻ, ഷോളൂർ, ഒസാട്ടി, ഊട്ടി 15 പറഞ്ഞ് എനിക്ക് അഡ്രസ്സ് എഴുതി തരികയും എന്റെ കയ്യിൽ തരുവാനിടയായി. ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഇയാളെ അന്വേഷിച്ചു ഊട്ടി വന്നു. ഊട്ടി വന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ ജീവൻ രക്ഷിച്ചവൻ, എന്റെ മാനം രക്ഷിച്ചവൻ, ഞാൻ സ്വന്തമായിട്ട് നിനക്ക് ഒരു വീട് തരാം, എന്റെ വലത്തു മകനായിട്ട് ഞാൻ നിന്നെ വളർത്തിക്കോളാം, എനിക്ക് ഇത്ര എസ്റ്റേറ്റും, ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലെ മാനേജർ കൂടിയാണ് ഞാൻ, എത്ര വേണമെങ്കിൽ പണം ഞാൻ എനിക്ക് തരാം, എന്റെ മകനായിട്ട് വളർത്തിക്കോളാം, എന്റെ വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞ്, ഞാൻ എന്റെ അച്ഛനമ്മയെ വിളിച്ചു വരാം, ഈ സന്തോഷം എന്റെ അച്ഛനമ്മ അനുഭവിക്കട്ടെ, കേൾക്കട്ടെ, കാണണ്ടേ. അങ്ങനെ നുണയം പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ കയറ്റി വിട്ട് കുറെ യൂക്കാലിസ് തൈലം, പഴങ്ങളും ഇത്തിരി പൈസ എന്റെ കയ്യിൽ തരുവാനിടയായി. ഞാൻ കോയമ്പത്തൂർ വന്ന് ഇറങ്ങി ഈ പൈസ നാട്ടുകാർക്ക് എല്ലാവർക്കും കൊടുത്ത്, കണ്ണ് കാണുന്നവരൊക്കെ ഈ പണം കൊടുത്ത്, ഞാൻ പണം കൊടുത്ത് യൂക്കാലിസ് തൈലം എല്ലാം അവിടെ എവിടെയും കൊടുത്ത്, കിടക്കാൻ സ്ഥലമില്ല, വീണ്ടും ഒരു ഹോട്ടലിലേക്ക് ജോലിക്ക് കയറുവാനിടയായി. പോലീസ് പിടിക്കലോ, മറ്റേ വേലൂർ വെച്ച് പോലീസ് പിടിച്ചതോടുകൂടി പോലീസ് കാണുമ്പോൾ വല്ലാത്ത ഭയമായി, പേടിയായി. എവിടെയും കടന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അങ്ങനെ ഹോട്ടലിൽ വീണ്ടും ഹോട്ടലിൽ ജോലി ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് നടന്ന് പൊള്ളാച്ചി കാട് അവിടെ അന്വേഷിച്ച്, അവിടെ യാതൊക്കെ സംഭവം, എങ്ങനെയൊക്കെ സംഭവ രീതികൾ ഇവിടെ. അപ്പൊ അവര് പറഞ്ഞു, ഇവിടെ ആനമല ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, മലയുണ്ട്. അപ്പോൾ മല എവിടെയെങ്കിലും ആരും കാണാത്ത സ്ഥലത്ത് പോയി ചാകാം, എവിടെയെങ്കിലും പുഴയിൽ ചാടാം എന്ന് പറഞ്ഞ് പുഴ അന്വേഷിച്ച് അവിടെ പോയപ്പോ എനിക്ക് മരിക്കാൻ പറ്റുന്നില്ല. മരിക്കാൻ പറ്റാത്ത ജനങ്ങൾ പേടി, ആരും കാണരുതെന്ന് ഒരു ഉള്ളിന്റെ ഒരു ഇത്. അങ്ങനെ നടന്ന് ഗണത്തുക്കടവിന് ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഒരു ചെറിയ ഗ്രാമം, ആ ഗ്രാമം ലൈറ്റ് ഒന്നുമില്ല, കറണ്ട് ഇല്ലാത്ത ഗ്രാമം. ആ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഒരു തിണ്ണയിൽ കയറി കിടന്ന് ഇരുട്ടായപ്പോൾ എന്റെ തരക്കാർ, എന്റെ പ്രായക്കാർ വന്ന്, കള്ളൻ, ഞങ്ങളുടെ നാട്ടിലെ കള്ളൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ആ തിണ്ണയിൽ നിന്ന് ഓടിച്ചിട്ടുവാണ് ഇടയായി, തള്ളാൻ ഉപദ്രവിക്കാനിടയായി. ഇവിടെ തന്നെ കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എങ്ങനെ നടക്കും, ഇരുട്ടാണ്, ചെരുപ്പ് എന്റെ കയ്യിൽ, 2 കയ്യിൽ ചെരുപ്പ് എടുത്ത് കയ്യിൽ പിടിച്ച് ഈ കീലിട്ട റോഡ് തപ്പി നടന്ന് പൊള്ളാച്ചി റെയിൽവേ ഗേറ്റ് വന്ന് കടവാനിടയായി. അങ്ങനെ കുറെ നാൾ അവിടെ കിടന്നപ്പോൾ അവിടെ കരിക്ക് വിൽക്കുന്ന ആ സ്ത്രീ എന്നോട് പറയാനിടയായി, ഇവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ കരിക്ക് കച്ചവടം പോകും, പോലീസുകാരൻ വന്ന് ഈ എങ്ങനെ മരിച്ചെന്ന് കേസും വയ്യാവലിയാവും, ഇവിടെ കിടക്കണ്ട, നീ എണീറ്റ് പോയിക്കോളാൻ പറഞ്ഞു എന്നോട്. ഭക്ഷണം കൊടുത്താൽ കഴിക്കത്തില്ല, ആര് കൊടുത്താലും കഴിക്കത്തില്ല, ഞാനോട് മിണ്ടത്തില്ല. അങ്ങനെയൊക്കെ ഭ്രാന്തനായി, കുടിക്കാറില്ല, അങ്ങനെ ഭ്രാന്തനെ പോലെ ഭ്രാന്തില്ല, പക്ഷെ സുബോധമുണ്ട്, എനിക്ക് മരിക്കും, അത്രേ ഉള്ളു ചിന്ത. അങ്ങനെ അവര് എന്നെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ വണ്ടി കയറിയിരുന്നത് കോഴിക്കോട് ട്രെയിനായിരുന്നു. അങ്ങനെ കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇറങ്ങി അവിടെ ഇരുന്നപ്പോൾ അവിടെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ കിടപ്പാണ്, നാളുകളായി ഭക്ഷണം കഴിച്ചിട്ട്, കഴിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് ജീവിക്കണ്ട എന്ന് പിന്നെ എനിക്ക് വല്ലാത്ത ഒരു രോഗം, ഇതിന്റെ ഇടയിൽ വല്ലാത്ത ഒരു രോഗം ബാധിച്ചിട്ട് വളരെ പ്രയാസത്തിലാണ്, വളരെ എന്തു പറയാൻ, അങ്ങനെ അത്ര ഒരു അവസ്ഥയിലാണ് ഞാൻ നാളുകൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ തമിഴ് സഹോദരന്മാർ എന്നെ കണ്ട്, എന്താണ് പറഞ്ഞ് എവിടെയാണ് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം തുറന്ന് സത്യം പറയാറില്ല. സത്യം പറഞ്ഞ ആരെങ്കിലും അറിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് ഏൽപ്പിക്കും എന്ന് പറഞ്ഞ ഒരു പേടിയായിട്ട് ഡ്രസ് മാറ്റിയൊക്കെ പറഞ്ഞ്
അങ്ങനെ ഇരിക്കെ കോഴിക്കോട് നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശ്രീധരൻ നായർ അയാളുടെ വീട്ടിലേക്ക് എന്നെ അവർ ഏൽപ്പിക്കുന്നുണ്ടായി. ജോലിക്ക് എന്തെങ്കിലും, ചെറിയ പയ്യനല്ലേ, ഒരു ജോലിക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടാവും, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീധരൻ നായരുടെ വീട്ടിൽ ഏൽപ്പിച്ച് കുറെ കാലം ശ്രീധരൻ നായർ വീട്ടിൽ ഞാൻ അവിടെ ഇരുന്നപ്പോൾ അയാളുടെ അളിയൻ ഒരു ഗോപി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ഗോപി പറഞ്ഞ്, മോനെ നീ എനിക്കൊരു ബസ് ഉണ്ട്, ആ ബസ് നിനക്ക് നോക്കാൻ പറ്റും ചോദിച്ചു. ഞാൻ പറഞ്ഞ കുറച്ച് ദിവസം വണ്ടി ഓടിച്ചവനാണ്. പിന്നെ നാട്ടിലെ വെച്ച് കുറച്ച് ദിവസം ലോറിയില് ക്ലീനറായിട്ട് ഒരു മാസം വരെ പോയതാണ്. പിന്നെ അങ്ങനെ ചെറിയ വണ്ടിപ്പണിയൊക്കെ ചെറുതായിട്ട് അറിയുന്നു പറഞ്ഞപ്പോൾ ആ ബസ് എന്റെ കയ്യിൽ ഏൽപ്പിക്കാനിടയായി. അത് കോഴിക്കോട്ട് തീക്കുണി, പേരാമ്പ്ര, കുറ്റിയാടി, കക്കട്ട് മഞ്ഞ റൂട്ടിലേക്ക് ആ ബസ് ഞാൻ എന്റെ നിയന്ത്രണത്തിൽ, എന്റെ കെയർഫിൽ ആ ബസ് ഞാനത് കൊണ്ടുനടന്നു. കുറെ നാൾ കൊണ്ടുനടന്നപ്പോൾ അതിനൊന്നും വരുമാനമില്ല. ആ ബസ് വിറ്റപ്പോൾ സിമല കോയ എന്ന് പറഞ്ഞ ഒരു ബസ്, കുറെ ബസ്സിന്റെ ഉടമസ്ഥൻ ഈ ബസ് മേടിക്കാനിടയായി. അപ്പൊ അയാൾ പറഞ്ഞിട്ട്, വേണമെങ്കിൽ ഇതിൽ എല്ലാവരും ഞാൻ ജോലിക്ക് എടുക്കാൻ പറ്റത്തില്ല, ശേഖർ വേണമെങ്കിൽ ഞാൻ ജോലിക്ക് എടുക്കാം. അങ്ങനെ പറഞ്ഞ് പുള്ളിയും എന്നെ സിമല കോയയുടെ കൂടെ ബസ്സിൽ വണ്ടിപ്പണിയായി. വണ്ടിപ്പണിയായിരുന്നു, നല്ല ഫേമസ് ആയി. കോഴിക്കോട് നല്ല അറിയപ്പെടുന്നവനായി. ശ്രീധരൻ നായരുടെ മകൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ എന്നെ വളരെ ഇഷ്ടപ്പെടും. എന്റെ ക്യാരക്ടർ ആരെയാണ് സഹായിക്കും. മരിക്കണല്ലോ, മരിക്കാൻ പോണ, എനിക്ക് പണം ആവശ്യമില്ല, പണം വേണ്ട, എനിക്ക് മരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് കിട്ടുന്ന പൈസ കൈ കാണുന്നവർ കൊടുക്കും, ആരെ വേണം സഹായിക്കും. അങ്ങനെ എനിക്ക് ലക്ഷദ്വീപിലെ ഒരു ജോലിക്ക് പറഞ്ഞ്, ഇങ്ങനെ ലക്ഷദ്വീപിലെ ജോലി ലോഡിങ്, കപ്പലിലെ ലോഡിങ് കോട്ടിയാന്ന് പറഞ്ഞ അതിനകത്ത് ലോഡിക്ക് നല്ല പൈസ കിട്ടും പറഞ്ഞുണ്ടെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പണം ആവശ്യപ്പെടാത്തവനാണ്. പക്ഷെ ലക്ഷദ്വീപ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ജോലിയിൽ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം ആയപ്പോൾ അവിടെ എനിക്കൊരു വിവാഹത്തിന് വേണ്ടി എല്ലാവരും എന്നെ വിവാഹം ചെയ്യണം, വിവാഹം കഴിക്കണം, വല്ലാത്ത എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായി. അപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വന്ന് കടന്ന സ്ഥലത്ത് ഒരു പീരാൻകുട്ടി എന്ന് പറഞ്ഞ ഒരു മുസ്ലിംസ്, അവര് രാംനാഥ്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം പെങ്കൊച്ചിനെ വിവാഹം കഴിക്കാൻ അവർ അറേഞ്ച് ചെയ്തു. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മുസ്ലിംസ് ആക്കണ്ട, അങ്ങനെ പറഞ്ഞ് ഞാൻ ആ വിവാഹം ഒഴിവാക്കി. അപ്പോഴത്തേക്ക് വേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ബാധിക്കും. ഒരു പെണ്ണ് എന്നെ സ്നേഹിക്കും, ഞാൻ എന്റെ സ്വഭാവം മദ്യപിക്കില്ല, അനേകരെ സഹായിക്കും, ശാപം മാറാൻ വേണ്ടി ആരെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ജീവിതത്തിലുള്ളവരെ, അവരെ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ പുണ്യം എന്റെ ഭവനത്തിലേക്ക് ചെന്ന് എന്റെ കുടുംബം രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ ആ മനോഭാവം ഉള്ളത് കൊണ്ടിട്ട്, അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ടിട്ട് എല്ലാവരും സ്നേഹിക്കും. ഏത് വ്യക്തി എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ വിടത്തില്ല. അങ്ങനെ ഏത് വ്യക്തി കണ്ടാലും അവർക്ക് പണം ഫ്രീ ആയിട്ട് കൊടുക്കും. അവരെന്ത് പറഞ്ഞാൽ ചെയ്തു തരും, ഒന്നും എനിക്ക് കൂലി വേണ്ട. അങ്ങനെ ക്യാരക്ടർ ചെയ്തപ്പോ ഒരു പെണ്ണിനെ സ്നേഹിക്കുവാനിടയായി. അങ്ങനെ ഇരുന്നാൽ വിവാഹം കഴിക്കട്ടെ, വിവാഹം കഴിച്ച് കുടുംബജീവിതം, നമ്മുടെ ലക്ഷ്യം മാറിപ്പോലും, നമ്മുടെ ശരീരം ഈ പക്ഷികൾ തിന്നണ്ടേ എന്ന് ഉള്ളില് എന്റെ ജീവിതത്തില് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പ്രകാശിപ്പിക്കുകയും, അവിടെ നിന്ന് നേരെ കോഴിക്കോട് ഏത് വണ്ടി കയറിയാലും എനിക്ക് ടിക്കറ്റ് എടുക്കണ്ട, ബസ് ടിക്കറ്റ് എടുക്കണ്ട, അങ്ങനെ തൃശ്ശൂർ വന്ന് ഇറങ്ങി. അപ്പോ എറണാകുളം ഒരു ബസ് KSRTC അവിടെ എറണാകുളം ബോർഡ് കണ്ടപ്പോൾ ഓടിച്ചു ഞാൻ എറണാകുളം ബസ് കയറി വന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പല്ലൂർത്തി അമ്പലത്തിന്റെ അകത്തും തോപ്പുംപടി പ്ലാറ്റ്ഫോമും ബസ് സ്റ്റോപ്പിലും ഭ്രാന്തനെ പോലെ ഇങ്ങനെ കിടക്കുകയും. കോഴിക്കോട് എന്റെ ബസ്സിൽ ഡെയിലി കയറുന്ന ഒരു വ്യക്തി, ബാലൻ എന്ന് പറഞ്ഞ വ്യക്തി, അവര് എന്നെ കാണുകയും അവരുടെ കൂടെ ജോലിക്ക് ജോയിൻ ചെയ്യാനിടയായി. ജോയിൻ ചെയ്തപ്പോൾ അവര് ഈ പൈസ മുഴുവൻ അവർ വാങ്ങിച്ചെടുക്കും, എനിക്ക് പൈസ തരത്തില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അവരങ്ങനെ ചെയ്തത്. അപ്പോഴത്തേക്ക് എന്റെ പൈസക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഇത്തിരി ഡെയിലി എന്നെ അനുഗമിക്കും, എൻ്റെ അടുത്ത് വരും, ഇത്തിരി പൈസ എല്ലാവരും സഹായിക്കും. ആ സമയത്ത് എന്റെ വൈഫിന്റെ
ചേച്ചി തൊട്ടടുത്ത് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ അവരവരുണ്ടായി. അങ്ങനെ എന്റെ വൈഫിന്റെ ചേച്ചി എന്നെ കണ്ടിട്ട് പറഞ്ഞ്, മോനെ നീ നല്ല ഇത്തിരി പിടിക്കില്ല, ഇത്തിരി നല്ലൊരു പയ്യൻ, നല്ല ആ സമയത്ത് ഇത്തിരി വണ്ടിയൊക്കെ കേടായി കഴിഞ്ഞാൽ ബൈക്ക് കേടായി കഴിഞ്ഞാൽ അത് ഞാൻ ഫ്രീ ആയിട്ട് പോയി ശരിയാക്കി കൊടുക്കും, പൈസ കൊണ്ട് മേടിക്കൂല, പ്രതിഫലം കൊണ്ട് മേടിക്കൂല. അപ്പോൾ അവർ പറഞ്ഞു നല്ല ഒരു മെക്കാനിക്കലാണ്, ഒരു ഡ്രൈവറാണ്, ഇങ്ങനെ ഇത്രയും പയ്യൻ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്ന തെറ്റല്ല, ഒരു വിവാഹം കഴിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ നോണ പറഞ്ഞ് ഞാൻ ആദ്യം വിവാഹം കഴിച്ച് എന്ന് പറഞ്ഞ്, പിന്നെ പറഞ്ഞ് എനിക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് പലതും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പോഴത്തേക്ക് ഇവിടെ പുതുവൈപ്പിൽ ഒരു പെണ്ണിനെ എനിക്കൊണ്ട് വിവാഹത്തിന് വേണ്ടി കൊണ്ട് കാണിച്ചു. പുതുവൈപ്പിൽ ഒരു പെണ്ണ് കാണിച്ചു. ആ പെണ്ണ് എന്നെ ഇഷ്ടപ്പെട്ട്, ഞാൻ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കരുവൽപ്പടിയിൽ വേറെ ഒരു സ്ത്രീ, ഒരു പെൺകൊച്ചിനെ വിവാഹം ആലോചന ചെയ്ത്, അങ്ങനെ ആ പെണ്ണ് പറഞ്ഞ് ഞങ്ങള് മാമോദിസം എടുക്കണം, കത്തോലിക്ക മതം ആയി മാറിയ ഞങ്ങള് എന്റെ മകള് ഈ ശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞങ്ങൾ വിവാഹം കഴിച്ചു തരാം. ഈ ശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, നല്ലൊരു പയ്യനാണ്, നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞ്. പക്ഷെ എന്റെ അപ്പനോ അച്ഛനെ ആരും ഇല്ല എന്ന് നുണ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ആരില്ല, അനാഥനാണ്, ഒരു കൂടപ്പിറപ്പില്ല, എന്റെ അച്ഛനമ്മയെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ അമ്മേനെ കണ്ടിട്ടില്ല, അങ്ങനെയാണ് നുണ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്റെ അച്ഛൻ എടുത്ത് എന്നെ കൊണ്ട് എത്തിക്കും എന്ന് പറയുള്ള പേടി. അങ്ങനെ കുഴപ്പമില്ല, ഇത്രയും നല്ല ഒരു ക്യാരക്ടറുള്ള ഒരു കൊച്ചിനെ ഈ ലോകത്ത് കിട്ടാൻ ഈ കാലഘട്ടത്തിൽ കിട്ടാറില്ല. അങ്ങനെ ഇത്തിരി എല്ലാ പണിയും ചെയ്തു കൊടുക്കും, ആൾക്കാർക്ക് ഏത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. വണ്ടി സ്കൂട്ടർ കേടായി കഴിഞ്ഞാൽ സ്കൂട്ടറിന് ഉണ്ടാക്കി തരും, പണം ഒരാപത്ത് വന്നാൽ പണം കൊടുക്കും, രാത്രി മുഴുവൻ വേല ചെയ്യാതെ ദുഷ്യങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് നല്ല ആരോഗ്യം. ഒരു ഇതുണ്ടായിരുന്നു, ഗ്രാമത്തിൽ നല്ലത് കഴിച്ച ഒരു മകനായിരുന്നു. ആട്ടുപാല കുടിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ആടുകൾ മേച്ചിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് എന്റെ ഭക്ഷണം പാലയുടെ പുറത്ത് പാലപ്പുറത്ത് പിഴിഞ്ഞിടും, പാല് കറന്നിടും, അങ്ങനെ കട്ടയാവും, അതെടുത്ത് കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അത്ര ആരോഗ്യവാനായിരുന്നു. 50-70 കിലോ 80 കിലോ ഒറ്റയ്ക്ക് പോക്കുന്ന ഒരു ഇത്തിരി പട്ടിണി കിടന്നിട്ട് പോലും, കാരണം ദുശീലങ്ങൾ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ദുശീലങ്ങൾ ഒന്നും ഇല്ലാത്ത കൊണ്ടിട്ട് ഇത്രയും ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തോ അറിയില്ല, എന്നെ കാണുന്ന ഒരു വ്യക്തി എന്നെ വിടത്തില്ല. അങ്ങനെ ഞാൻ എന്റെ മകളെ തരാ, എന്റെ പെണ്ണെ തരാൻ ആൾക്കാർ പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ ഭാര്യയുടെ ചേച്ചി പറഞ്ഞ്, മോനെ നീ അനേകരെ സഹായിക്കുന്നുണ്ട്, എന്റെ അനിയത്തി വീട്ടിലുണ്ട്, എന്തൊക്കെ എന്റെ അനിയത്തിനെ ഇറക്കെന്ന് പറഞ്ഞാൽ 1 രൂപ പോലും എന്റെ അച്ഛന്റെ കയ്യിലില്ല, അച്ഛൻ മദ്യപാനി. എന്റെ അനിയത്തി എങ്ങനെയെങ്കിലും എന്റെ അനിയത്തിനോട് ഇനി വിവാഹം കഴിക്കണം, എന്റെ കുടുംബ മാനം ഒന്ന് രക്ഷിക്കണം. അനിയത്തിന്റെ വിവാഹം നീ കഴിച്ചിട്ട് എന്റെ അനിയത്തി ചിലപ്പോൾ വേറെ ആരും കൂടി ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ അവൾ ചാകുകയും ചെയ്യുക. അത്രയും അവസ്ഥയിലാണ് എന്റെ കുടുംബ പശ്ചാത്തലം വളരെ മോശമാണ്. അങ്ങനെ വളരെ മോശം എന്ന് പറഞ്ഞ് എന്റെ വൈഫിന്റെ ചേച്ചി കരഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും സമ്മതിച്ചില്ല. എന്റെ കൂട്ടുകാരെല്ലാരും പിടിച്ച് മുണ്ടമ്പേലി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന്, തോക്കുംപടി മുണ്ടമ്പേലിന്റെ സ്ഥലത്ത് പെണ്ണിനെ വൈഫിനെ കാണിച്ചപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞ്, അടിയൻ നീ വിവാഹം കഴിക്കരുത്, വിവാഹം കഴിച്ചാൽ എന്നെ വിട്ടച്ചിട്ട് പോകും, ഞാൻ അങ്ങനെ ജീവിക്കാൻ താല്പര്യമുള്ള ആളല്ല എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് ഒരു സത്യം പറയുന്നത്, ഞാൻ ജീവിക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ്, ഞാൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്. അപ്പൊ എന്നെ നീ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചിട്ട് പറഞ്ഞ്, പക്ഷെ അച്ഛനോട് അമ്മയോട് പറഞ്ഞ്, എനിക്കൊരു വിവാഹം നടന്നാൽ ഈ ശേഖരനില്ലാത്ത എനിക്ക് ഒരാളെ എനിക്ക് വിവാഹം കഴിക്കണ്ട. ഏത് നാട്ടുകാരനറിയില്ല, ഏത് ദിശയാണെന്നറിയില്ല, ഒന്നും അറിയാത്ത ഒരു വ്യക്തിയെ ഞാൻ ഇയാളെ മാത്രമേ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അവള് ഒറ്റ തീരുമാനം എടുക്കുവാനിടയായി. അങ്ങനെ വീണ്ടും ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് കുറെ സ്വർണം ആവശ്യപ്പെട്ട്, സ്ത്രീധനം ആവശ്യപ്പെട്ട്, അങ്ങനെ ആവശ്യപ്പെട്ട് കൊടുക്കാനില്ല, ഒന്നുമില്ല. ഒരു ചെറിയ ഒരു കുടിയിലാണ് താമസിക്കുന്നത്, 1 രൂപ പോലും ഇല്ല, മദ്യപാനി വല്ലാത്ത ഒരു കുടുംബമായിരുന്നു. അപ്പോ വിവാഹം നിന്നപ്പോൾ വളരെ സന്തോഷമായി. ഇനി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ നമുക്ക് മരിക്കാനുള്ള ഒരു വഴി നോക്കാം എന്ന് പറഞ്ഞ, അങ്ങനെ ഇരിക്കെ എന്റെ ഭാര്യ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ കണ്ട് എന്നോട് കരഞ്ഞു പറഞ്ഞത്, ചേട്ടൻ എന്റെ കഴുത്തിൽ ഒരു മിന്നു കെട്ടിട്ട് മരിച്ചോ, കുഴപ്പമൊന്നുമില്ല. ശേഖരന്റെ ഭാര്യയായിട്ട്
എനിക്ക് ജീവിക്കാമല്ലോ, പറയാമല്ലോ. ഇങ്ങനെ ഒരു ശേഖരന് ഒരാളുണ്ടായിരുന്നു. ആ ശേഖരന്റെ ഭാര്യയായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിലെ സകലർക്കും അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു താങ്കൾ. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് മാന്യമായി ജീവിക്കാം, എനിക്ക് സന്തോഷമായി പറയാം. ശേഖരന്റെ ഭാര്യ എന്ന് പറയുന്നത് വലിയ മാന്യതയാണ്. അങ്ങനെ പറഞ്ഞ് അവൾ കരഞ്ഞു. അങ്ങനെ 1993 ചക്കനാട്ട് കരുവേൽപ്പടി അമ്പലത്തിൽ വെച്ച് 93 ജനുവരി മാസം 16-ാം തീയതി എന്റെ വിവാഹം കൊച്ചി വെച്ച് നടന്നു. നടന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എന്റെ നാട്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജീവിച്ചിരിപ്പോ എന്താണെന്ന് അറിയില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം എന്റെ ഫോട്ടോ എന്റെ നാട്ടിലേക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുവാൻ ഇടയായി. അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ എന്റെ അച്ഛൻ ആ ഫോട്ടോ എടുത്ത് നോക്കി നെഞ്ചത്ത് വെച്ച് അങ്ങനെ വീണ് മരിക്കുകയുണ്ടായി, അറ്റക്ക് വന്നപോലെ. അങ്ങനെ എന്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഞാൻ അതിനൊന്ന് വീട്ടിലേക്ക് പോകാനില്ല, ഒന്നുമില്ല. വീടുമായിട്ട് യാതൊരു ബന്ധം ഇല്ലാതെ കൊച്ചി തന്നെ അങ്ങനെ ജീവിതം തുടങ്ങി. എനിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ കുഞ്ഞിന് മാറാ രോഗം വന്ന് ഇവിടെ കാണിക്കാതെ ഡോക്ടറില്ല. വലിയ വലിയ ഡോക്ടർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ എല്ലായിടത്തും ഈ കുഞ്ഞിനോട് ഇത് കാണിച്ചിട്ട് ഒരു ആൾക്കും എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല. അന്ന് ഞാൻ ഇത്രയും എല്ലാ ജോലി ചെയ്യും. ഏത് ജോലിയും ഒന്നുമില്ല. മെക്കാനിക്കലോ ഓപ്പറേറ്ററോ ആയിട്ടോ, മെഷീൻ ഓപ്പറേറ്റർ ആയിട്ടോ, ഡ്രൈവറായിട്ടോ എന്തും ജോലി ചെയ്യും. പൈസ ഉണ്ടാക്കാൻ മിടുക്കണം. ദുഷ്യതകൾ ഒന്നില്ലാത്ത കാരണം എന്റെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാകും. അത്രയും പണം ഉണ്ടായിട്ട് പോലും എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനില്ല. ഞാൻ ഇത്തിരി പലിശക്കൊക്കെ വിവാഹം തുടങ്ങി കുറച്ചു നാൾ കൊണ്ട് തന്നെ ഞാൻ പലിശക്ക് ആക്കി കൊടുക്കാൻ തുടങ്ങി. അത്രയും പൈസ എന്റെ കയ്യിൽ വന്നു. രാത്രി പകലും പണിയെടുക്കും. എനിക്ക് ക്ഷീണം ഒന്നും വരാറില്ല. അങ്ങനെ ഇത്തിരി പൈസ കയ്യിലുണ്ടായിരുന്നു. ഈ പൈസ മുഴുവനും ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ചെലവാക്കി. ലാസ്റ്റ് പൈസ ഒന്നില്ലാതായി. ഒരു രൂപ പോലും ഇല്ലാതായി. ജോലിക്ക് പോകാൻ പറ്റാതായി. ഈ കുഞ്ഞിന് ഡെയിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ആയി. അപ്പൊ പറഞ്ഞ് മധുരയിലെ ഒരു സ്ഥലത്ത് ഒരു പച്ചമരുന്ന് കൊടുക്കുന്നുണ്ട്, അവിടെ പോയാൽ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ എന്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ നാട്ടിലേക്ക് നിന്നെ കൊണ്ടുപോവാം, മധുരയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ മധുരയിൽ പോയപ്പോൾ എന്റെ വൈഫ് പറഞ്ഞ്, ചേട്ടൻ നാട് തമിഴ്നാടല്ലേ, അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടുത്തെ അടുത്താണ് പറഞ്ഞു പോയി പെട്ടെന്ന്. അവള് പിന്നെ ഒരിക്കലും കേരളത്തിൽ ഞാൻ വരത്തില്ല, എനിക്ക് ചേട്ടന്റെ നാട് കൊണ്ട് കാണണം. ആരെങ്കിലും ഉണ്ടാവുമല്ലോ, സ്വന്തക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ, വല്യച്ഛന്മാരോ ഇളയച്ഛന്മാരോ ഏതെങ്കിലും ദൂരത്ത് സ്വന്തം എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനമ്മനെ കണ്ടിട്ടില്ല, എന്നോട് പറഞ്ഞു അച്ഛനമ്മനെ കണ്ടിട്ടില്ല, എന്റെ വീട്ടിലേക്ക് പോകരുതിന് ഒരു ആഗ്രഹം. അങ്ങനെ ഇവള് ഒറ്റ വാശിക്ക് എന്റെ വീട്ടിലേക്ക് പോയപ്പോൾ എന്റെ പെങ്ങൾ ഓടി വന്ന്, ബസ് ഇറങ്ങിയപ്പോ തന്നെ എന്റെ പെങ്ങൾ ഓടി വന്ന് കരഞ്ഞത് ശേഖർ വന്ന്. അങ്ങനെ ചുറ്റുപാട് ഗ്രാമങ്ങൾ മുഴുവൻ എന്നെ കാണാൻ മുഴുവനിടയായി. കാരണം നാട്ടിൽ വെച്ചപ്പോ തന്നെ മുതലങ്ങാതിന് ഒരുപാട് 5-6 ലിറ്റർ മണ്ണെണ്ണ കുടിച്ച് ഈ കറണ്ട് പമ്പിന് കൃഷിക്ക് വെല്ലടിക്കുന്ന പമ്പ് പീസ് കൂടിയിട്ട് അതിന്റെ കൈയിട്ട്. അപ്പോ മരിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ വെച്ച് പലതും ചെയ്ത ഒരു വ്യക്തി ആയതുകൊണ്ടിട്ട് ഇവൻ മരിച്ചു കാണുമെന്ന് പറഞ്ഞിട്ട് സകലരും ഇരുന്ന സമയത്ത് ഞാൻ നാട്ടിലേക്ക് ചെല്ലുന്നു, ഒരു കുഞ്ഞായിട്ട് ചെല്ലുന്നു. നാട്ടിലെ പോയപ്പോ എല്ലാ ജനങ്ങളും എന്നെ കാണുവാനിടയത്. മരിച്ചുപോയ ഒരു ശേഖർ വന്നിരിക്കുന്നു, ഏതോ ഒരു പെണ്ണിന് വിവാഹം കഴിച്ചു, ഏതോ സ്റ്റേറ്റിൽ നിന്ന് ഒരു മലയാളി പെണ്ണിന് വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഒരു മലയാളി പെണ്ണ്. അങ്ങനെ നാട്ടുകാരൊക്കെ വന്ന് അപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യമാണ്. എന്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യമായപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു നാട്, ഇങ്ങനെ ഒരു ഗ്രാമം. അച്ഛൻ മരിച്ചുപോയി, അമ്മ, പെങ്ങന്മാര്, ചേട്ടന്മാർ എല്ലാവരും കണ്ടപ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇത്ര വലിയ ഒരു ഫാമിലിയിൽ ജനിച്ച ആള്. എനിക്കിടയ്ക്ക് ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയിൽ കയറാനോ നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ യോഗ്യത ഇല്ലാത്ത ഒരു പെണ്ണാണ് ഞാൻ. എന്നിട്ട് ഈ ഇത്ര വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള നാട്ടിൽ ജനിച്ചിട്ട് ഇനി ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അവള് ഇനി നമ്മൾ കേരളത്തിൽ പോകണ്ട, അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ സെറ്റിൽ ആക്കാൻ തീരുമാനിച്ചു.
അപ്പോ എന്റെ ചേട്ടൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യ്, നമ്മുടെ സ്ഥലം ഒരു 3 ഏക്കർ നിനക്ക് വിൽക്കാം, വെച്ചിട്ട് ഒരു ലോറി സ്വന്തമായിട്ട് കൊണ്ട് വാങ്ങിച്ചാൽ മതി, നിനക്ക് അതിലെ പണി അറിയത്തുള്ളൂ, നീ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ലോറി വാങ്ങിക്കുവാൻ ചെയ്തപ്പോൾ എന്റെ ഭാര്യ, അപ്പോഴത്തേക്ക് എന്റെ രണ്ടാമത്തെ മകൻ അവിടെ വെച്ച് ജനിക്കാനിടയായി. അപ്പോഴത്തേക്ക് എന്റെ ഭാര്യ പറഞ്ഞ്, എന്റെ അമ്മ ഒറ്റയ്ക്കാണ്, ചേട്ടൻ ഇവിടെ ലോറിയൊക്കെ മേടിച്ച് സെറ്റിലായി കഴിഞ്ഞ് എന്റെ അമ്മനെ ആരും നോക്കാനില്ല, എന്റെ അമ്മ രാത്രി സ്വപ്നം കണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് വേഗം ഇവിടെ ആമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ലോറി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ചേട്ടൻ അവിടെ താമസിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നമ്മൾ സെറ്റിലായി, എന്റെ അമ്മ അനാഥയായി പോവും. എന്റെ വൈഫിന്റെ കൂടപ്പിറപ്പ് 4 ചേച്ചിമാർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ അമ്മ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് അമ്മനെ ഇപ്പൊ കണ്ടിട്ട് വരാം, ഞാൻ അമ്മനെ ഇവിടെ വിളിച്ചു കൊണ്ടുവരാം. അമ്മ രാത്രി മുഴുവൻ സ്വപ്നം കണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, എന്റെ അമ്മനെ കാണുന്ന പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ് ഞങ്ങള് 2 കുഞ്ഞുങ്ങളായിട്ട് എറണാകുളം വീണ്ടും മുണ്ടമേലിലേക്ക് വരുവാനിടയായി. ഇവിടെ വന്നപ്പോൾ അവള് പറഞ്ഞു, എത്ര കോടി തന്നാലും ഇനി എന്റെ അമ്മനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, അമ്മ മരിക്കുന്നവരെ നമുക്കിവിടെ ജീവിക്കാം, എന്തായാലും വീട് കണ്ടില്ല, ആളുണ്ട്, ഇടയ്ക്ക് നമുക്ക് പോകാം, ഇടയ്ക്ക് നമ്മൾ ചെയ്യാം, കൃഷി പാട്ടത്തിന് കൊടുക്കുക, കൃഷി നമുക്ക് കൃഷി ചെയ്ത് നല്ലപോലെ ജീവിക്കത്തിന് സ്വത്ത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവൾ വളരെ സന്തോഷത്തില് ഇവിടെ മുണ്ടമ്പേലി തന്നെ താമസിക്കാന്ന് പറഞ്ഞ അങ്ങനെ വരാതെ അവിടെ താമസിക്കുക. അപ്പോഴത്തേക്ക് എനിക്ക് 3ാമത്തെ മകൻ ഇപ്പോൾ പഠിക്കുന്ന കിരൺ ജനിച്ച് 3 കുഞ്ഞുങ്ങളായപ്പോൾ എന്റെ ദേശവാസികളുടെ അയൽവാസികളോട് അവിടെ താമസിക്കുന്നതോടൊപ്പം ഒരു പിരിവിട്ട് വയ്ക്കും, 50 രൂപ വെള്ളടിക്കാൻ. ഞാൻ കൊടുക്കത്തില്ല, ഞാൻ പറഞ്ഞു വെള്ളടിക്കുന്ന കാശ് കൊടുക്കൂല. അങ്ങനെ ഇവരായിട്ട് എന്റെ അയൽവാസികൾ എല്ലാവരും ഉടക്കായി. എന്നെ കാണുമ്പോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി വിഷയമായി. എന്റെ അമ്മായിയമ്മ വീട്ടിൽ എന്റെ വൈഫ് ഹൗസിൽ വന്ന് കുട്ടുകൂടി ചാരായം ഉണ്ടാക്കി കുടിക്കുന്ന ഒരു കുടുംബമാണ് എന്റെ അമ്മായച്ചൻ, എന്റെ അമ്മായിയമ്മ എല്ലാവരും. അങ്ങനെ എന്റെ അമ്മായിയമ്മ ഒരു ദിവസം രാത്രി ശരിക്കും മദ്യപിച്ച് എന്നോട് പറഞ്ഞ്, ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊള്ളണം എന്ന് പറഞ്ഞ് എന്റെ ചൂളുകെട്ടെടുത്ത് അടിക്കുകയും എന്നെ പുറത്താക്കുകയൊക്കെ വളരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ടെൻഷൻ വന്ന് സിഗരറ്റ് കണ്ടമാനം വലിച്ച് നിക്കോട്ടിൻ ബാധിച്ച് അങ്ങനെ ഡോക്ടർ പറഞ്ഞ്, ഇനി ശേഖർ എന്ന് പറഞ്ഞ വ്യക്തി ഇനി ജീവിക്കൂല, അയാൾ നിക്കോട്ടിൻ ബാധിച്ച് എല്ലാ കുഴലുകളും അടഞ്ഞിരിക്കുകയാണ്, ഇനി വൈദ്യശാസ്ത്രം കൊണ്ട് ഇയാളെ രക്ഷപ്പെടുത്താൻ ഒരിക്കലും സാധ്യമല്ല. ഇത് കുറച്ച് നാളുകളായി എന്റെ ചേട്ടന്മാരുടെ ഉപദ്രവം, എന്റെ അമ്മായിമ്മയുടെ ഉപദ്രവം കൊണ്ട് അങ്ങനെ നിക്കോട്ടിൻ ബാധിച്ച്, നിക്കോട്ടിൻ ശരീരം മുഴുവൻ പിടിച്ച് എല്ലാ കുഴലും അടഞ്ഞുപോയി, ബ്ലഡ് കുഴലൊക്കെ അടഞ്ഞ് എന്തോ രോഗത്തിന്റെ പേര് വരെ പറഞ്ഞായിരുന്നു, മറന്നുപോയി ഞാൻ ആ രോഗത്തിന്റെ പേര് മറന്നുപോയി. അങ്ങനെ ഒരു രോഗിയായിരുന്നു ഞാൻ. ചുമക്കുമ്പോൾ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ബ്ലഡ് ചുമക്കുമ്പോൾ വന്നപ്പോൾ ഡോക്ടർ വിധി എഴുതിയപ്പോൾ ഇവള് പറഞ്ഞു, ഇല്ല എന്റെ ചേട്ടൻ മരിച്ചിട്ട് ഒരിക്കലും എനിക്ക് ജീവിക്കണ്ട, നമുക്കൊരു കാര്യം 3 കുഞ്ഞുങ്ങളും തോപ്പുംപടി പാലത്ത് നിന്ന് വലിച്ചെറിഞ്ഞിട്ട് നമുക്ക് ചാകാം, ചേട്ടനില്ലാതെ ഒരു ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞ ഞങ്ങള് തീരുമാനം എടുത്തപ്പോൾ ഞങ്ങളെല്ലാം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴത്തേക്ക് എന്റെ വീട്ടിന്റെ അടുത്ത് അസംബ്ലി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു വീട്ടിലേക്ക് ഒരു പ്രയർ നടക്കുന്നുണ്ടായിരുന്നു. ഞാനത് പോയിട്ടില്ല. ബന്ധുക്കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഇത്രയും പ്രായത്തിൽ ഇത്രയും നാട് കറങ്ങിയിട്ടും ഇവിടെ എല്ലാം നടന്നിട്ട് ഇങ്ങനെ ഒരു ബന്ധക്കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സമുദായം എന്റെ കേൾവിയിൽ പോലും കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു കൂട്ടർ, ഇങ്ങനെ ഒരു ജനം മദ്യപിക്കാതെ, പാപം ചെയ്യാതെ, വിഗ്രഹത്തെ ആരാധിക്കാതെ ഇങ്ങനെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞ് 2004 വരെ ഞാൻ ഇങ്ങനെ ഒരു ലോകത്തിലെ ഒരു സമുദായം ഉണ്ടെന്ന് ഞാൻ കേട്ട കേൾവി പോലെ ഇല്ല. അതാണ് ഭയങ്കര അത്ഭുതം. എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എത്രയോ നാൾ കറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദൈവജനം ഉണ്ടെന്നും ഇങ്ങനെ ഒരു സമുദായം ഉണ്ടെന്നും ക്രിസ്ത്യാനി ഞങ്ങളുടെ നാട്ടിൽ RC ഉണ്ട്, CSI ഉണ്ട് ഞങ്ങളുടെ ഗ്രാമത്തില്, അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടറിന് ഞാൻ കേട്ടിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഈ എന്റെ അയൽവാസിയായ ആള് ഇത് അറിഞ്ഞ് ഓടി വന്ന് വീട്ടിലോട് എന്നോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചതാണ്. കാരണം ചുമ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.
എന്റെ ശരീരത്തിൽ നിന്ന്. അത്രയും വെറും അസ്ഥി കൂടാരം പോലെ ആയിപ്പോയി ഞാൻ. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ മരിച്ചു പോയി. അത് ആരെ കൊണ്ടും ശരിയാക്കാൻ പറ്റുന്ന ഡോക്ടർ വിധി ചെയ്തതാണ്. അപ്പൊ ഈ പുള്ളി വന്ന് പറഞ്ഞ് യേശു നിങ്ങളെ സ്നേഹിക്കുന്നവർ. അങ്ങനെ യേശു ഞങ്ങൾ ഹിന്ദുക്കളാണ് അങ്ങനെ പറഞ്ഞ് പലതും പറഞ്ഞ് പുള്ളി പറഞ്ഞില്ല. ഈ ഷാനി ചേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ വീട്ടിലിരുന്ന് രാത്രി, ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നാണ് പുള്ളി. രാത്രി 11 മണിയായി. പിന്നെ ഞങ്ങൾ തോക്കുംപടി പോവാൻ ഓട്ടോറിക്ഷ കിട്ടൂലല്ലോ. അപ്പൊ എന്തായാലും നാളെ നമുക്ക് കൽക്കട്ട എവിടെയെങ്കിലും പോകുമ്പോ എവിടെയെങ്കിലും പോയി മരിക്കാനുണ്ട് എന്റെ വൈഫ്. അന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തി ഈ ഷാൻചേട്ടൻ വീട്ടിൽ വന്ന് ഷാൻചേട്ടൻ പറഞ്ഞത്, കർത്താവ് വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കും. ഈ വചനം അന്ന് രാത്രി എന്റെ ഉള്ളിൽ ഇങ്ങനെ സ്വപ്നത്തിൽ പോലും കണ്ണു പൂട്ടാൻ പറ്റില്ല. കണ്ണു പൂട്ടിയാൽ ഈ ശബ്ദം കേൾക്കും. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞ്, അടി ഇങ്ങനെ ഒരു ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ട്, കർത്താവ് വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കും. അപ്പൊ അവള് പറയും, അതെ, യേശു നമ്മളെ സൗഖ്യമാക്കും ചേട്ടാ, യേശു വിശ്വസിക്കും എന്ന് പറയും. കാരണം ഞാൻ അറിയാതെ ഇവള് കത്തോലിക്ക പള്ളിയിലേക്ക് ഇവള് കടന്നു പോകുവാനിടയാം. ഞാൻ അറിയില്ല. ഞാൻ ഒരു സാഹചര്യപ്പോൾ വഴക്ക് പറഞ്ഞ് തുളസി തര വാതിക്ക് തന്നെ പണന്നിട്ട് പറഞ്ഞ്, ഇനി ഈ തുളസി തര സത്യം ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ. ഇനി നമുക്ക് നമ്മുടെ ദൈവമില്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത്, യേശു ഒന്ന് ദൈവമല്ല എന്ന് പറഞ്ഞ് ഉപദ്രവിച്ചിട്ട് തുളസി തര പണന്നു. ഞാൻ അറിയാതെ ഇവള് പള്ളി പോകും. അപ്പോൾ പറഞ്ഞു, യേശു ദൈവമാണ് ചേട്ടാ, നീ ഒരു കാര്യം ചെയ്ത് ചേട്ടാ, യേശു വിശ്വസിക്കും, നീ മരിക്കൂല. ചേട്ടൻ മരിക്കത്തില്ല, ഒരിക്കലും മരിക്കൂല. ചേട്ടൻ മരിച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഞാൻ ഒരിക്കലും ജീവിക്കത്തില്ല. അങ്ങനെ അവള് വളരെ ഒച്ചം ബഹളം എടുത്തിട്ട് രാത്രി തന്നെ അവളോട് പറഞ്ഞ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, യേശു ഒന്ന് വിളിക്കാൻ നമുക്ക് പറഞ്ഞു. എന്തായാലും കിടക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രാത്രി കടന്നു ഉറങ്ങി. നേരെ വെളുത്തപ്പോൾ എന്റെ അമ്മായിമ്മ പറഞ്ഞു, മോനെ ഇനി എവിടെയും പോരുതടാ, ഞാൻ ഇനി കുടിക്കൂല, ഞാൻ ഇനി അങ്ങനെ ഉന്നെ ഉപദ്രവിക്കൂല, ഞാൻ അവര് കരയുണ്ടേ. പിന്നെ ഞാൻ അവിടെ മുണ്ടമ്പേലി ദേശത്ത് തീരുമാനം എടുത്ത് ഇനി കുറച്ച് ദിവസം നമുക്ക് ജീവിക്കാന്ന്. അതിനെനിക്ക് ഞായറാഴ്ച എന്റെ വൈഫ് പറഞ്ഞ്, ചേട്ടാ ഇത്രയും ബ്ലഡ് വന്നിട്ടില്ല, ഒരിക്കലും നമുക്ക് ഷാൻ ചേട്ടൻ പറഞ്ഞ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോയി നോക്കാന്ന് പറഞ്ഞു. ഞാൻ അസംബ്ലി ഓഫ് ഗോഡ് ആ വീട്ടിലേക്ക് കയറി. തെക്കോട്ട് ആണ് അതിന്റെ വാതില്, വടക്കോട്ട് വീട്. ഞാൻ തെക്കേരുന്ന് വടക്കോട്ട് കയറി വാതിൽ തന്നെ ഇരുന്നപ്പോൾ ഈ പറഞ്ഞ ജനം മുഴുവനും, ശേഖർ, അതെ നീ ചാകുലട്ടാ, നീ ചാകുലട്ടാ, ഞങ്ങൾ പ്രാർത്ഥിച്ച്, നീ ചാകുലുണ്ട്, ഡോക്ടർ പറഞ്ഞ നീ മരിച്ചു പോകും, എന്ത് ചെയ്താലും ഇയാളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന ആളോട് പറയാണ്, നീ മരിക്കൂല, നീ മരിക്കൂല, നീ മരിക്കൂല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മരിക്കൂലട്ടാ, മരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞവരെല്ലാം പറഞ്ഞ് അങ്ങനെ പ്രേയർ നടന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ കേട്ടിട്ടില്ല ആദ്യമൊക്കെ ഇതുവരെ യേശുവിന് പറഞ്ഞ് കേട്ടിട്ട് പോലില്ല. കേൾക്കുന്ന അലർജിയായിരുന്നു, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഇവര് എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെ കയ്യൊക്കെ അടിച്ച് പാട്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയാനും പാടില്ല. ഞാൻ അങ്ങനെ ഇരിക്കെ പ്രയർ കഴിഞ്ഞ് 1 മണിക്ക് അവർ കഞ്ഞി കൊടുത്ത്. ഈ പ്രയർ തുടങ്ങിയപ്പോ മുതല് എനിക്ക് ബ്ലഡ് വന്നില്ല. ഇത് ഞാൻ മറന്നുപോയി. പ്രയർ തുടങ്ങിയിട്ട് 10 മണിക്കാണ് അവിടെ ആരാധന തുടങ്ങിയത്. 1 മണി വരെ ഞാൻ അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇതിനായിട്ട് 10 പ്രാവശ്യം എനിക്ക് ബ്ലഡ് പോകേണ്ടതായിരുന്നു. പക്ഷെ ഒരു ചുമ വന്നില്ല, ഒരു ബ്ലഡ് പോയി, ഞാൻ മറന്നും പോയി. പിന്നെ ഞാൻ യേശുവിനെ വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വെറുതെ അങ്ങനെ ഇരിക്കുക. അവര് കഞ്ഞി കൊടുത്ത് വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ വീട്ടിലവർക്ക് നാളുകളായി വഴക്കുണ്ടായി. കാരണം ഞങ്ങളുടെ അമ്മായിയമ്മാണ്, എന്റെ അമ്മ ജയ എന്റെ വൈഫും എന്റെ അമ്മ വഴക്കേണ്ട, കുഞ്ഞുങ്ങളെ ഡ്രസ്സൊന്നും അളക്കിട്ടില്ല, വൈഫിന്റെ ഡ്രസ്സ് അളക്കിട്ടില്ല, വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ല. ഒരു വല്ലാത്ത ഇരുട്ടടഞ്ഞ ഒരു വീട് പോലെ കിടന്ന്. അപ്പൊ വൈഫ് ഒരു കാര്യം തുണി ഇത്തിരി ഞാൻ അടക്കട്ടെ, ചേട്ടൻ കടന്നു പറഞ്ഞു. ഞാൻ കടന്നു ഉറങ്ങി. 4 മണിക്ക് ഇവള് വന്ന് വാതിൽ മുട്ടി ചോദിച്ചു, ചേട്ടാ 10 മണിക്ക് തുടങ്ങി, ഇന്ന് 4 മണിയായി, ഇതുവരെ ചേട്ടൻ ചുമച്ചിട്ടില്ല, അറിയാവോ? ഹല്ലേലൂയ, സ്തോത്രം പിതാവേ. എന്റെ ദൈവം, മഹാദൈവം. അപ്പോ ഞാൻ കയറി ഇരുന്നപ്പോ തന്നെ എന്റെ രോഗം എടുത്തു മാറ്റി. എന്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം. രോഗം അപ്പൊ ആ സെക്കൻഡ് മാറി. ഇപ്പൊ പിന്നീട്
ഞാൻ ചുമച്ചിട്ടേ ഇല്ല, ബ്ലഡ് വന്നിട്ടില്ല. ആ മരുന്ന് 1.5 വർഷം വരെ ജനലിന്റെ അകത്ത് തന്നെ ഇരുന്നു. ആ കഴിക്കുന്ന മരുന്നും ടോണിക്കും ഒരുപാട് മരുന്നുകളുണ്ടായി. ആ മരുന്ന് 1.5 വർഷം ആൾക്കാർ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മരുന്ന് 1.5 വർഷം ജനലിൽ തന്നെ ഉണ്ടായിരുന്നു, കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യമായി. അങ്ങനെ പൂർണ്ണ സൗഖ്യമായപ്പോ 2004 10ാം മാസം 24-ാം തീയതി ഞാൻ 11ാം മാസം 28ാം തീയതി 24ാം തീയതി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയത്. 10ാം മാസം 24ാം തീയതി ഞാൻ പ്രേയറിന് പോയി. 11ാം മാസം 28ാം തീയതി ഞാൻ ജ്ഞാനസ്നാനം എടുത്തപ്പോ സകലരും പറഞ്ഞ്, ഇവൻ വചനം കേട്ടിട്ടില്ല, ഇവൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല, എങ്ങനെ ഇവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കാൻ പറ്റുന്നു? സഭ മുഴുവൻ എതിർത്ത്, സഭ മുഴുവൻ പറഞ്ഞ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ജീവന് നിങ്ങൾ ഉത്തരവാദിത്വം എടുക്കുമോ? അങ്ങനെ ചോദിച്ച് ഞാൻ പാസ്റ്റർ തള്ളുപിടിച്ച്, നാട്ടുകാർ സഭയിൽ തള്ളുപിടിച്ച് എനിക്ക് ജ്ഞാനസ്ഥാനം എടുക്കും. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എന്റെ യേശു എന്നെ പൂർണ്ണ സൗഖ്യമാക്കി, എന്നെ പൂർണ്ണ പിടിച്ചു തന്നു. ഡോക്ടർ കഴിയാത്തത് എന്റെ യേശു ചെയ്യുവാനിടയാന്ന് പറഞ്ഞ് 4ാമത്തെ ആഴ്ച ഞാൻ വെള്ളത്തിൽ മുങ്ങി ജ്ഞാനസ്ഥാനം എടുത്തപ്പോൾ വളരെ സന്തോഷമായി. അന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അസംബ്ലി ഓഫ് ഗോഡിൽ ഒരു അംഗമാകുകയും 1 മാസമായിട്ടേ ആയിരുന്നുള്ളൂ ഞാൻ പ്രേയറിന് പോയിട്ട്. ആ 1 മാസത്തിന്റെ ഉള്ളിൽ എന്റെ ജോലി സ്ഥലത്തും എന്നിൽ കീഴിൽ എത്തിരി ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്. ഞാൻ ഓപ്പറേറ്റർ ചെയ്യുമ്പോൾ അവരുടെ എല്ലാം സുവിശേഷം പറയും. യേശു പക്ഷെ അറിഞ്ഞിട്ടില്ല, വചനം പഠിച്ചിട്ടില്ല, വചനം അറിയില്ല. പക്ഷെ യേശു ജീവിക്കുന്ന ഒരു ദൈവമാണെന്നും, പക്ഷെ വചനം പഠിച്ചിട്ടില്ല, വായിക്കാൻ അറിയില്ല, ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, 1 മാസമായിട്ടേ ഉള്ളൂ. സ്ഥാനപ്പെട്ട ആ നിമിഷം മുതൽ ഞാൻ വീടുകളിൽ കയറി ട്രാക്ട് കൊടുക്കുവാനും സുവിശേഷം പറയുവാനും 6 മാസം ജോലിക്ക് പോകും, 6 മാസം സുവിശേഷം വരെ ചെയ്യും. ദുശീലങ്ങൾ ഒന്നില്ലാത്ത കൊണ്ടിട്ട്, പണ്ടും എന്നും ഇല്ലാത്ത കൊണ്ടിട്ട് കിട്ടുന്ന പൈസ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. 6 മാസം എന്റെ കുടുംബം നടത്തും, വീട്ടിലേക്ക് പണം സേവ് ചെയ്ത് വെക്കും. 6 മാസം സുവിശേഷ വേലയ്ക്ക് വീടുകളിൽ പോകാനും. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ ക്രിസ്തുവിനെ കണ്ട നാൾ മുതൽ, യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ സുവിശേഷകനായി എന്റെ കർത്താവ് എന്നെ ഒരു അഭിഷേകം ചെയ്യാനിടയായി. ഇതിനകത്ത് പുതിയ നിയമത്തിൽ ഒരു വചനമുണ്ട്, ഒരു വീട്ടിലെ വെള്ളി പൊണ്ണും പല സാധനങ്ങളുണ്ട്, ചിലത് ഈനകാര്യത്തിനും ചിലത് മാനകാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പല പാത്രങ്ങൾ ഒരു ഭവനത്തിൽ ഉണ്ട്. ഇന്ന് സഭയില് അനേക പാത്രങ്ങളുണ്ട്. ചിലത് ഈനപാത്രമായ, ചെറിയ പാത്രമായ, ചിലത് പലത് ഇടാൻ ഉപയോഗിക്കുന്നുണ്ട്, ചിലത് സ്വർഗ്ഗീയ ഉപയോഗിക്കുന്ന ഒരു പാത്രമാക്കി കർത്താവ് പണിവാനിടയായി. എന്നെ മാന്യമായ ഒരു ജീവിതം ജീവിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു എന്നെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം കൂടി പ്രേക്ഷകർക്ക് വേണ്ടിയും ദേവദാസർക്ക് വേണ്ടിയും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ ഈ ചെന്നൈയിലുള്ളപ്പോൾ നൈറ്റ് ജോലിയായിരുന്നു. എനിക്ക് ഉറക്കം നിന്ന് അരിയസ് രോഗമുണ്ടായിരുന്നു. ഞാൻ ഒരാളോട്, എന്റെ വൈഫിനോട് പോലും പറഞ്ഞിട്ടില്ല. എന്റെ വൈഫാണ് ഒരു ദിവസം ടോയ്ലറ്റ് പോയപ്പോൾ ഒരു ദിവസം അവൾ കണ്ട് എന്നോട് ചോദിച്ചു, ചേട്ടാ ബ്ലഡ് കിടപ്പുണ്ടല്ലോ. പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഒരു ദിവസം ആവർത്തന പുസ്തകം വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഈ വചനം സത്യമാണോ? അങ്ങനെ സത്യമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കട്ടെ, എന്റെ ജീവിതത്തിൽ ഞാൻ കാണണ്ടേ, ഞാൻ വിശ്വസിക്കണ്ടേ? എനിക്ക് മൂലരോഗം ഉണ്ടാകത്തില്ല നീ പറയുന്നുണ്ട്, നീ പറഞ്ഞ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മൂലരോഗം നിനക്ക് ഉണ്ടാകരുത്. ഞാൻ നിന്റെ കൽപ്പന പ്രമാണിച്ചവനാ, നിന്നെ സേവിക്കുന്നവനാ, നിന്റെ വചനം അനുസരിക്കുന്നവർക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ സെക്കൻഡ് എനിക്ക് അരിയസ് മാറുവാനിടയായി. ആ സെക്കൻഡ്. പിന്നെ ജീവിതത്തിൽ അരിയസിന്റെ സംഭവം എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ എനിക്ക് നാട്ടിൽ വെച്ച് 10 വയസ്സുള്ളപ്പോൾ ഗണറ്റിൽ കുളിച്ചപ്പോ ഒരു ചെവി പൊട്ടി പഴുപ്പ് ഒഴുകുമായിരുന്നു.
എവിടെ പോയാലും മുണ്ട് ഇങ്ങനെ തെറിക്കും, എടുത്ത് ചെവിലിട്ട് ഇങ്ങനെ കാട്ടി എടുത്ത് ഭിത്തിൽ തേച്ചു വയ്ക്കും. ഇങ്ങനെ പഴുപ്പ് ഒഴുകിക്കൊണ്ടിരിക്കും. എന്നെ പൊട്ടൻ ശേഖരനെ അറിയപ്പെട്ട മുണ്ടമില്ല, പൊട്ടൻ തന്നെ അറിയത്തുള്ളൂ. എന്റെ ഭാര്യ കല്യാണം കഴിച്ച അന്ന് രാത്രി എന്റെ കൂടെ കിടന്നപ്പോൾ മണം കണ്ട് ഏറ്റുപെട്ട് ഞെട്ടിപ്പോയതാ. പഴുപ്പ് ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ യെശയ്യാവിന്റെ പുസ്തകം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എന്റെ അടിപ്പുള്ള സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് നുണ പറയില്ല. കർത്താവ് ഇങ്ങനെ വെറുതെ വല്ല വായിട്ട് തള്ളി പോകല്ലേ. എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരു ഇങ്ങനെ ചെവിയിൽ നിന്ന് അടിപ്പുള്ള സൗഖ്യം വന്നിരിക്കുന്ന പറഞ്ഞു. സൗഖ്യം വന്നിട്ട് കർത്താവ് ശരി, ഇപ്പൊ എന്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ട്, വർഷങ്ങളായി വരുന്നുണ്ട്. ഇത് ചെറിയ കുഞ്ഞു പ്രായത്തിൽ തുടങ്ങിയതാ. അങ്ങനെ കയ്യെ വെച്ച് ഈ വചന സത്യമായാൽ എന്റെ ചെവി പഴുപ്പ് മാറണം, എന്റെ ചെവി കേൾക്കണം. ഇന്ന് കൈയെടുത്തിട്ട് പിന്നീട് ഞാൻ പഠിച്ചിട്ട് നോക്കിയപ്പോൾ പഴുപ്പില്ല. ഇന്നേക്ക് 20 വർഷമായി ഞാൻ സ്ഥാനപ്പെട്ടപ്പോൾ എത്രയും രോഗങ്ങൾ ഉള്ള ഒരു വ്യക്തിയെ എന്റെ കർത്താവ് അത്ഭുത സൗഖ്യദായകൻ, എന്റെ യേശു അത്ഭുതമായവൻ, എന്റെ യേശു സൗഖ്യദായകൻ എന്റെ ജീവിതത്തിൽ എനിക്ക് രുചിച്ചറിയുവാൻ പല സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അതിലും ഒരെണ്ണം കൂടി ഞാൻ പ്രഷവരോടും ദേവദാസനോടും അരോമ ടിവിയുടെ സകല പ്രഷവരോർക്കും ഒന്ന് പറയട്ടെ. എന്റെ ഭാര്യ ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഒരു ദിവസം മൂലയിൽ ചുരുണ്ടുകൊണ്ട് കിടക്കുന്നു. എന്താണ് ചോദിച്ചപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞത്, ചേട്ടൻ ഞാൻ ചതിച്ചതാണ്, ഞാനൊരു രോഗിയാ. അങ്ങനെ എന്താ രോഗം പറഞ്ഞപ്പോൾ എന്റെ മൂക്കിന്ന് പഴുപ്പും ബ്ലഡും വന്നാൽ മാത്രമേ എന്റെ തലവേദന നിൽക്കത്തുള്ളൂ. അതുവരെ ഒരാഴ്ച ആയാലും എനിക്ക് എണീക്കാൻ പറ്റത്തില്ല, ഞാൻ കിടപ്പ് രോഗിയാവും. അങ്ങനെ മാറാ രോഗിയായിരുന്നു. ഒരു ദിവസം ഞാൻ എന്റെ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇത്തിരി സൗഖ്യം തന്നതാവാൻ. ഡോക്ടർ വിധി എഴുതി, ബ്ലഡ് ക്യാൻസറിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം. പിന്നെ എന്റെ ചെവിയിൽ നിന്ന് പഴുപ്പെടുത്ത് മാറ്റി ദൈവം, എന്റെ അരിയസ് മാറ്റി ദൈവം. എന്റെ ഭാര്യ ഇങ്ങനെ ഒരു രോഗിയായിരിക്കുന്നല്ലോ, എനിക്ക് നീ തന്ന ശരീരം, അവൾ എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാണ്. നീ ഇല്ലാതെ ഞാൻ ഒരാളെ വിവാഹം കഴിക്കുന്ന തീരുമാനിച്ചു അത്രയും സ്നേഹിക്കുന്ന ഒരു ഭാര്യ എന്റെ ഭാര്യ. അവള് രോഗിയായി ജീവിക്കുന്നത് എന്റെ അപ്പന് ഇഷ്ടമാണോ? ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. അന്ന് ഞാൻ കാലത്ത് പ്രാർത്ഥിച്ച് ഇവിടെ ലേഡീസ് മീറ്റിംഗ് നടന്നപ്പോൾ ലേഡീസ് എല്ലാവരും ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മൂക്കിന്ന് കുറേ പുഴു, ഒരു നൂற்றுകണക്കിന് പുഴു, കുഞ്ഞു ചെറിയ കുഞ്ഞുപുഴു, അത് ചെറിയ കുഞ്ഞു പുഴുക്കൾ, നൂറുകണക്കിന് പുഴുകൾ ഉരുണ്ടയായിട്ട് മൂക്കിൽ കൂടി വന്ന്. അതോടുകൂടി എന്റെ വൈഫിന്റെ തലവേദന മാറ്റി എന്റെ ദൈവം. എന്റെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല, എന്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. അങ്ങനെ ഞാൻ ഒരു സുവിശേഷകനായി മാത്രമല്ല, അനേക സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ, മൈസൂർ, പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ പല സ്ഥലങ്ങളിൽ പോകും. ഞാൻ ബോംബെ ഒന്നും പോയിട്ടില്ല. ഇവിടെ ഒറീസ പിള്ളവരെ, ഇത്തിരി പിള്ളവരെ സുവിശേഷം അറിയിക്കും. അവരെ ഹിന്ദി ആരാധന തുടങ്ങുവാൻ ഒരു ഇത്തിരി പയ്യന്മാരെ പിടിച്ചുകൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, എവിടെയെങ്കിലും പിന്മാറ്റക്കാരുണ്ടെങ്കിൽ എന്നെ വിടത്തുള്ളൂ. താങ്കൾ പോയാൽ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞ് എന്നെ വിടും. അയാളെ തിരിച്ചു കൊണ്ടുവരുവാൻ കർത്താവ് യേശു ക്രിസ്തു എനിക്ക് ഒരു പുതിയൊരു അഭിഷേകം, നല്ലൊരു അഭിഷേകം നൽകിയിട്ടുണ്ട്. ഏത് വ്യക്തി പിന്മാറിപ്പോയാലും ഒരു ദിവസം ഞാൻ പോയി കണ്ടാൽ മതി, അയാൾ തിരിച്ച് മടങ്ങി വരും. അങ്ങനെ ഒരു കർത്താവ് എനിക്ക് അഭിഷേകം നൽകിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇന്ന് എറണാകുളം പട്ടണത്ത് അനേക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഈ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ, അനേകരെ സഭയിലേക്ക് കൊണ്ടുവരുവാൻ, ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ പറയും, ശേഖർ ബ്രദർ വഴിയായിട്ട് ഞാൻ കർത്താവിലേക്ക് വന്നെന്ന് പറയും. അങ്ങനെ ഒരു ഭാഗ്യം കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ 5-6 വർഷമായിട്ട് ഇപ്പോൾ സുവിശേഷ വേല 2018 അതോടുകൂടി ഫുൾ സുവിശേഷകനായി പരിസരങ്ങളിലും റോഡുകളിലും, വയനാട്, ഇതുപോലെ മൈസൂര്, ഈ കേരളം മുഴുവനും സുവിശേഷം പറയുവാൻ
റോഡിൽ കൂടി വിളിച്ചു പറയുവാൻ കർത്താവിന് മഹാഭാഗ്യമുണ്ട്. ഏറ്റവും വലിയ ഒരു ജോലിയാണ് സുവിശേഷകൻ. ലോകത്തിൽ ഏറ്റവും വലിയൊരു ജോലിയാണ് സുവിശേഷ ജോലി. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ ജോലിയും. അവൻ IAS ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, ഏതൊരു ജോലി ആയിക്കോട്ടെ, എല്ലാ ജോലിയെക്കാട്ടിലും ഉയർന്ന ഒരു ജോലി ലോകത്തിലുണ്ടെങ്കിൽ അത് സുവിശേഷ വേലയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ വേലയും. അതിനെ വളരെ മാന്യമായിട്ട് ഈ സുവിശേഷ വേല വളരെ സന്തോഷമായിട്ട് ചെയ്യുവാൻ കർത്താവ് യേശു ക്രിസ്തു സഹായിച്ചിട്ടുണ്ട്. അനേക സ്ഥലങ്ങളിൽ രോഗിയിൽ എടുത്തുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുകയും അവര് വിശ്വസിക്കുകയും സഭയിൽ കടന്നു പോകുവാനൊക്കെ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ 3 മക്കൾ, മൂത്തവൻ ജയചന്ദ്രൻ കണ്ണൻ, അവൻ ഖത്തറിലുണ്ട്. അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, അച്ഛൻ ജോലിക്കൊന്നും ഇനി പോകണ്ട, അച്ഛൻ ഇനിയുള്ള നാളുകളില് അച്ഛന്റെ ഇഷ്ടം പോലെ സുശേഷ വേല ചെയ്യാം. അങ്ങനെ എൻ്റെ മക്കൾ എന്നെ വളരെ സ്നേഹിക്കും. നിങ്ങൾ സന്തോഷമായി ഇതിനിടയിൽ 19 വർഷം ഞാൻ അസംബ്ലി ഓഫ് ഗോഡിൽ ഒരു സുവിശേഷകനായി വർക്ക് ചെയ്യുകയും സഭയിലെ സുവിശേഷനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ വന്നത് ഇപ്പോൾ രഹബോത്ത് ഇന്റർനാഷണൽ തോക്കുംപടിയിൽ ഞാൻ ജോയിൻ ചെയ്യാനാണ്. എല്ലാ ദിവസവും തിങ്കളാഴ്ച പ്രയർ, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച, ഇങ്ങനെ എല്ലാ ദിവസങ്ങളും എനിക്ക് പരിശോധനകളും സുശേഷ വേല ചെയ്യുവാൻ സ്വർഗ ദൈവം എന്നെ ബലമേൽപ്പിച്ചിരിക്കാൻ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. അതിലുപരിയായിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. അരോമ TV ദേവദാസൻ ഡാനിയൽ പാസന എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നത്. ഞാൻ ഒത്തിരി മെസ്സേജ് കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അതിനകത്താണ് അങ്ങനെയാണ് അരോമ TV ഞാൻ പരിചയപ്പെടുകയും ദേവദാസനെ വിളിക്കുവാനും ഇങ്ങനെ ഒരവസരം സ്വർഗ ദൈവം എനിക്ക് ഒരു തന്നനെ കൊടാനുകൂടി സ്തോത്രം. ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്ന ദൈവദാസനുക്കും ദൈവത്തിന്റെ ദാസന്റെ വേലയ്ക്കും ഞാൻ വളരെ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവനാണ്. ദൈവം ധാരാളമായി ദൈവദാസന്റെ വേലയെ മാനിക്കട്ടെ, കുടുംബത്തെ മാനിക്കട്ടെ, കുടുംബത്തെ ദൈവം സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലുപരിയായിട്ട് ഒന്നുകൂടി പറഞ്ഞാൽ പഠിപ്പില്ലാത്തവനായിരുന്നു. പഠിക്കാത്തവനെ അച്ഛൻ സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന മലയാള ബൈബിളാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ദൈവം എനിക്ക് മലയാളം പഠിപ്പിച്ചു തന്നു. എന്റെ ദൈവം, ഞാൻ സ്കൂളിൽ പോയില്ല, ട്യൂഷൻ പഠിച്ചിട്ടില്ല, ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് നന്നായി മലയാളം സംസാരിക്കുമ്പോൾ തമിഴ് ചൊവ്വ ഉണ്ടെങ്കിലും ഞാൻ വായിക്കുമ്പോഴും സഭയിൽ പോയി പ്രസംഗിക്കുമ്പോഴെല്ലാം ആ സമയം നന്നായിട്ട് മലയാളം വായിക്കുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. അത്ഭുതകരമായ പലരും ചോദിക്കും, നീ എങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് മലയാളം വായിക്കാൻ എങ്ങനെ പഠിച്ചു, എങ്ങനെ ഈ മലയാളം എങ്ങനെ പഠിച്ചെന്നൊക്കെ ചോദിക്കും. എന്റെ ദൈവത്താൽ അസാധ്യം ഒന്നുമില്ല. എന്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ടിട്ട് നമുക്കും ജീവനുള്ള പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന സകല മാന്യ എന്റെ സുഹൃത്തുക്കൾക്കും ഞാൻ ഒന്നും പറയട്ടെ. ലോകത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമുള്ളൂ. കാരണം ഞങ്ങൾക്ക് വച്ചു പൂജ്യം 3030 ദേവന്മാരുകളും കാത്തൂര എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അമ്മ ഞങ്ങള് ഒരു സ്ക്രീൻ തുണി അപ്പുറപ്പുറം പിടിച്ചിട്ട് ആടുകളെ വെട്ടും, കോഴികളെ കുരുതി കൊടുക്കും. ഞങ്ങൾ എത്രയോ എന്തൊക്കെയോ ചെയ്ത് ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അന്നും ആ ദൈവങ്ങളിലൊന്നും എന്റെ കുടുംബ ശാപം മാറിയിട്ടില്ല.
എന്റെ കുടുംബത്തിൽ പ്രശ്നം മാറിയിട്ടില്ലായിരുന്നു. ശാപത്തിൽ കിടന്ന കുടുംബം. ഞാൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് എന്റെ അമ്മയോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിവാഹം കഴിച്ച് എന്റെ മൂത്ത മകൻ ജനിച്ചപ്പോൾ തന്നെ വീട്ടിൽ നാട്ടിലേക്ക് പോയി. എന്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എന്റെ അമ്മ യേശു രക്ഷകനെ സ്വീകരിക്കുന്നിടയായി. എന്റെ പെങ്ങള് ചെന്നൈയിലുണ്ട്. എന്റെ പെങ്ങൾ യേശു രക്ഷകനെ സ്വീകരിക്കുന്നിടയായി. അങ്ങനെ ചെന്നൈ മോഹൻ ചർച്ചിലെ എന്റെ പെങ്ങള് ആ ആരാധനയ്ക്ക് പോകുന്നുണ്ട്. എന്റെ ഇളയ പെങ്ങൾ ഇപ്പോ അവസരം ഇല്ലാത്തത് കൊണ്ട് പോണില്ല. അവളെ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ചേട്ടൻ ഡ്രൈവറാണ്. ഇവിടെ വരുമ്പോൾ എന്റെ വീട്ടിൽ കയറി യേശുവിനെ ക്ഷണ സ്വീകരിച്ച് ബൈബിളൊക്കെ മേടിച്ച് അങ്ങനെ അങ്ങനെ എന്റെ കുടുംബം ഇന്ന് ശാപത്തിൽ നിന്ന് മാറുവാനിടയായി. യേശു ക്രിസ്തു ഒരിക്കലും വിശ്വസിക്കുന്ന ശാപമില്ല. റോമലേഖനം 1-ാം അധ്യായം 8-ാം അധ്യായം 1 പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തു യേശുവിലേക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞങ്ങൾക്ക് ഒരുപാട് ശിക്ഷാവിധികൾ ഉണ്ടായിരുന്നു, ഒരുപാട് ശാപം ഉണ്ടായിരുന്നു. എന്റെ ശാപത്തെയും പാപത്തെയും എന്റെ കർത്താവ് കുരിശിന്മേൽ വഹിച്ചു. എന്റെ ശാപം, ഞാൻ ശാപം കൊണ്ടിട്ടാണ് എന്റെ പാവം, എന്റെ ജനനം കൊണ്ടിട്ടാണ് മരിക്കണം എന്ന് പറഞ്ഞ് നാട് വിട്ടതും. ഇത്രയും ചെയ്തെല്ലാം എന്റെ ശാപം, എന്റെ വീട്ടിലേക്ക് ശാപം മാറണം. എന്നെ കേൾക്കുന്ന സകലരോടും പറയട്ടെ, എന്റെ യേശു എന്റെ ശാപം എടുത്തു മാറ്റി. എന്റെ രോഗം, ഒത്തിരി രോഗമുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എന്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് നല്ല ഒരു സുവിശേഷകനായ ദൈവം എന്നെ മാറ്റിയെടുത്തു. സുവിശേഷം പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം മാണ്ഡ്യ, മൈസൂർ, രാംനഗര അവിടെ സുവിശേഷ വേല ചെയ്ത് മടങ്ങി വന്നപ്പോൾ ഒരു നെഞ്ചുവേദന വന്ന് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി. എന്റെ വണ്ടി 2 വീലർ യൂണിക്കോം ആണ്. ആ യൂണിക്കോം വണ്ടി ഇത്തിരി വെയിറ്റ് ഉള്ള വണ്ടിയില്ല. ഞാനത് എടുത്ത്, നെഞ്ചുവേദന വന്ന് എടുത്ത് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, ആരില്ല. ഒറ്റയ്ക്ക് ചെന്നപ്പോൾ ഡോക്ടർമാർ അത്ഭുതമായി പോയി. ഒരു മേജർ അറ്റാക്ക് കഴിഞ്ഞിട്ടാണ് ഈ വ്യക്തി ഈ ഹോസ്പിറ്റലിൽ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ തന്നെ നവംബർ മാസം 17-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി. 18-ാം തീയതി എന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അപ്പോൾ പറഞ്ഞത് ഓപ്പൺ സർജറി ചെയ്യണം, എന്നാൽ മാത്രമേ ഈ വ്യക്തി ജീവിക്കത്തുള്ളൂ. ഓപ്പൺ സർജറി ചെയ്താൽ മാത്രം പോരാ, പുള്ളി ജീവിക്കുവാൻ ഒരു പ്രയാസമാണ്. കാരണം ആറ്റിന്റെ വളവിലാണ് ബ്ലോക്ക് ഉള്ളത് കൊണ്ടിട്ട്. അങ്ങനെ ഞാൻ 8 ദിവസം ഐസിയിൽ കിടന്ന് പുറത്തേക്ക് എന്റെ വൈഫിനെ കണ്ടപ്പോൾ ഒറ്റ ചോദ്യം ചോദിച്ചു, നീ ആരോട് ചോദിച്ചിട്ടാണ് ഇതിൽ ഒപ്പിട്ടത് ആൻജിയോപ്ലാസ്റ്റിനെ? ചേട്ടന് ബോധമില്ലാതപ്പോൾ ഞാൻ എനിക്ക് ഒപ്പിടാൻ ചോദിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചോദിച്ചിട്ട് ഒപ്പിട്ടെന്ന്. ഞാൻ ഡോക്ടർ മുമ്പ് പറഞ്ഞു, നീ വീട്ടിലോട്ട് പറഞ്ഞ ശരിയാക്കി തരാണ്. എന്റെ അപ്പൻ സൗഖ്യദായകനാണ്. എന്റെ അപ്പനാണ് ഏറ്റവും വലിയ വൈദ്യൻ. ഇവരൊക്കെ എന്ത് വൈദ്യന്മാരാണ്? ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇവർക്ക്? ഇന്ന് ഡോക്ടർ മുമ്പ് എന്റെ വൈഫിനെ വഴക്ക് പറയുന്നപ്പോൾ ഡോക്ടർമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, നീ ഡോക്ടർ ചെയ്ത് പോട്ടെ, താങ്ക്സ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്ന് സഭ, എന്റെ മക്കൾ എല്ലാവർക്കും പേടി, ഞാൻ മരിച്ചു പോകും. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ മരിക്കത്തില്ല. സങ്കീർത്തനം 118-ാം സങ്കീർത്തനത്തിലെ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ മരിക്കില്ല. വെളിപ്പാട് പുസ്തകം 27 പറഞ്ഞു, ഇനി മുറവിളിയും മരണം ഉണ്ടാകത്തില്ല. അങ്ങനെ ദൈവശബ്ദം ഞാൻ കേട്ട്, അങ്ങനെ ദൈവശബ്ദം കേൾക്കുകയും ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ഒന്നും ചെയ്യണ്ട, ഞാൻ ഒന്നും ഇതിന് ഒരിക്കലും സമ്മതിക്കത്തില്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട, ഓപ്പൺ സർജറി ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഇന്ന് വളരെ ആരോഗ്യവാനായി ഇന്നും എനിക്ക് സുവിശേഷ വേല ഇന്ന് പാണ്ടിക്കുടിയില് ഇന്നും ഉണ്ടായിരുന്നു. അങ്ങനെ നാളെ കരൂർ ദേശത്താണ് സുവിശേഷ വേല. മറ്റന്നാൾ വ്യാഴാഴ്ച ചോറ്റാനിക്കരയാണ് എന്റെ സുവിശേഷ വേല. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ബുക്കിംഗ് ഉണ്ട് സുവിശേഷ വേല. കർത്താവിന്റെ കൃപയാൽ ഇന്നും ആരോഗ്യവാനായി സന്തോഷമായി. ഡോക്ടർ പറഞ്ഞത്, ഇയാള് മാർച്ച് മാസം വരെ ജീവിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ആറ്റ് കംപ്ലീറ്റ് അടഞ്ഞിരിക്കുന്നത്. ആറ്റിന്റെ തൊട്ടടുത്താണ് ബ്ലോക്ക് ഉള്ളത്. കുറെ ബ്ലോക്ക് ഉണ്ട്. ഇത്തിരി ബ്ലോക്കുള്ള ഒരു മനുഷ്യൻ ഓപ്പൺ സർജറി ചെയ്താൽ പോലും ജീവിക്കുന്ന മനുഷ്യൻ
നിങ്ങളെന്താ തമാശ കളിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു. ഒരിക്കലും തമാശ കളിക്കുന്നില്ല. ഞാൻ ഈ ശരീരത്തിൽ നിർമ്മിച്ചവൻ പറയാണ് നീക്ക് മരണമില്ലെന്ന്. ഞാൻ ശരീരം നിർമ്മിച്ച ആള് വ്യക്തി പറഞ്ഞ് കേൾക്കണോ, താങ്കൾ പറഞ്ഞ് കേൾക്കണോ? ആര് പറഞ്ഞ് കേൾക്കണം? ഡോക്ടറുടെ ചോദിക്കാനുണ്ടായ അത്രയും അത്ഭുതകരമായി അതിശയകരമായി എന്റെ യേശു എന്റെ ജീവിതത്തില് വൻകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയും നല്ല ഒരു യേശുവിനെ അനേകർ അറിയട്ടെ. ലോകത്തിൽ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമമില്ല, യേശുക്രിസ്തു നാമമില്ലാത്ത. രക്ഷിക്കപ്പെടുവാൻ ഏത് ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ഏത് ഭാരമായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ. രക്ഷിക്കപ്പെടുവാൻ എന്ന് പറയുന്നത് ആത്മരക്ഷ മാത്രമില്ല. അവിടെ എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, രക്ഷപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ. രക്ഷിക്കപ്പെടുവാൻ എന്താ രക്ഷിക്കപ്പെടുവാൻ? ക്ഷണത്തിൽ നിന്നും, ആത്മാവിൽ നിന്നും, പാപസ്വഭാവത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും. ഞാൻ ശാപത്തിൽ കിടന്ന ഒരു വ്യക്തിയാണല്ലോ. എന്റെ ശാപം മാറ്റിയ കർത്താവ്. സകലരും യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ എല്ലാവർക്കും ശാപമില്ല, അവന്റെ പാപമില്ല. അതുകൊണ്ടാ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ചവരായി നിങ്ങളെ അവൻ ക്രിസ്തു യേശുവിൽ നിങ്ങളെ ഉയർപ്പിച്ചു. എന്നെ മരിച്ചവനായിരുന്ന, അതിക്രമങ്ങളാൽ പാവങ്ങളായിരുന്ന, ശാപത്തിലിരുന്ന, ഇരുട്ടിൽ നിന്ന് എന്നെ ക്രിസ്തു യേശുവിൽ എന്നെ ഉയർപ്പിച്ചു. അതേപോലെ തന്നെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നത് ഞാൻ നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ഒരുത്തൻ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവൻ ദത്തെടുത്തിരിക്കും. യേശു ഒരു മനുഷ്യൻ ദത്തെടുത്തിരിക്കാനാണ്. അപ്പോ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ ഒരുത്തൻ പോലും നശിച്ചു പോകരുത്, സകലരും ഈ സ്വർഗത്തിലേക്ക്, കർത്താവിന്റെ രാജ്യത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ്. അവൻ ദൈവമായിരിക്കെ ദൈവമെന്നും സമത്വം മുറുകെ പിടിക്കുന്നു വിചാരിക്കാതെ ദാസരൂപമിട്ട് തന്നെത്താൻ മനുഷ്യനായ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയത്. അവൻ തന്റെ മനുഷ്യനെ സ്നേഹിക്കുവാനാണ് മനുഷ്യനായി ജനിച്ചത്. മനുഷ്യനെ സ്നേഹിക്കുവാൻ. അങ്ങനെ മനുഷ്യനായി ജനിച്ച് ഭൂമിയിൽ എന്നെ സ്നേഹിക്കുവാൻ, എന്റെ കുടുംബത്തെ സ്നേഹിക്കുവാൻ, എന്റെ ശാപത്തെ മാറ്റുവാൻ എന്റെ യേശുവിനെ കഴിയുമ്പോൾ എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്ത് സകലർക്കും നിങ്ങളുടെ ജീവിതത്തിലും ഈ യേശുവിനെ താങ്കൾ സ്വീകരിക്കുമ്പോൾ, ഈ യേശുവിനെ നിങ്ങൾ കർത്താവ് രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, ഏത് ശാപമായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ആ രോഗത്തെയും ശാപത്തെയും പാപത്തെയും അവൻ കുരിശ് ജയോത്സവം കൊണ്ടാടി. കൊലസിൽ ലേഖനം അവൻ ജയോത്സവം കൊണ്ടാടുവാനിടയായി. ഏത് വിഷയമായിക്കോട്ടെ, ഏത് ഭാരമായിക്കോട്ടെ, നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റുവാൻ ഒരു ദൈവം ലോകത്തിനുണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്ന ദൈവം യേശുക്രിസ്തു ഇല്ലാത്ത ഒരു ദൈവമില്ല. ബാക്കി മുഴുവനും മനുഷ്യന്റെ കൈവേലയാണ്. അത് കണ്ണുണ്ട് കാണത്തില്ല, ചെവിയുണ്ട് കേൾക്കത്തില്ല, വായുണ്ട് സംസാരിക്കുന്നില്ല, കൈയിന്റെ പരിശീൽ കാലിന് നടക്കത്തില്ല. ആ വിഗ്രഹത്തെ വിളിച്ചിരുന്ന ഞാൻ ഇന്ന് ജീവനുള്ള ദൈവത്തെ വിളിക്കുവാൻ, ജീവനുള്ള ദൈവത്തോട് സംസാരിക്കുവാൻ, എന്റെ ഏത് വിഷയമായാലും എന്റെ അപ്പനോട് പറയും, അപ്പ എനിക്ക് ഇന്ന വിഷയമുണ്ട്. എന്റെ അപ്പൻ പറയും, മോനെ നീ അവകാശിയാണ്, പുത്രൻ നിങ്ങൾ അവകാശിയാണ്, പുത്രൻ നിങ്ങൾ അവകാശിയാണ്. ഞാൻ പുത്രനായി തീർന്നു, യേശുവിന്റെ ദൈവത്തിന്റെ പുത്രനായി തീർന്നു, എനിക്ക് അവകാശമുള്ളതാണ് എന്ന് പറയുമ്പോൾ എന്റെ അപ്പൻ അത് അപ്പം ചെയ്തു തരും. ഒരിക്കലും മടിയില്ല. എന്റെ ഒപ്പം ഒരിക്കലും അത് ഇല്ല പറയത്തില്ല. ആവശ്യങ്ങൾ അത് സമയത്ത് നിറവേറ്റി കൊടുക്കും. ഇന്ന് സന്തുഷ്ടമാണ്, സമാധാനത്തിന് ദൈവം ഞങ്ങളെ നീ കുടുംബത്തിൽ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് കൊടാനുകൂടി നന്ദി സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, സ്തോത്രം. ഒരു പട്ടാളക്കാരൻ്റെ മകനായിട്ട് ജനിച്ചു. ബാല്യകാലത്തിൽ 8 മക്കളിൽ 8ാമത്തവനാണ്. എല്ലാവിധ സമ്പത്തും സൗകര്യങ്ങളും സ്വത്തുക്കളും വകകളും എല്ലാവിധമായ ഭൗമിക ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടും മാതാപിതാക്കന്മാരുടെയും മൂത്ത സഹോദരങ്ങളുടെയും അവഗണനയ്ക്ക് പാത്രമായി. സാധാരണ ഏറ്റവും ഇളയ മകന് പരിഗണനയും കൂടുതൽ സ്നേഹവും ലഭിക്കുമ്പോൾ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും പറഞ്ഞ് ഇവൻ ജനിച്ചതിന് ശേഷമാണ് വീട്ടിൽ ശാപം തുടങ്ങിയത്. അപ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ശപിക്കപ്പെട്ടവനായി
ഒരു ശാപഗ്രസ്തനായിട്ട് വീട്ടുകാർക്ക് തീർന്നപ്പോൾ ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, അല്ലെ ഇവൻ മരിക്കുക, ഇവൻ നശിച്ചു പോവുക, എങ്കിൽ മാത്രമേ വീടിൻ്റെ ശാപം മാറുകയുള്ളൂ എന്ന് ചിന്തിച്ച് വീട്ടിൽ അതിക്രൂരമായ പീഡനത്തിനും ദേഹോപദ്രവത്തിനും മാതാപിതാക്കന്മാർക്കും സഹോദരത്തിനും ഒക്കെ വെറുക്കപ്പെട്ടവനായി മാറിയപ്പോൾ ആ വീട് വിട്ടിറങ്ങിയ പ്രിയ ശേഖർ ഇന്ന് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി അനേക സഹോദരന്മാർ, അനേക പ്രിയപ്പെട്ടവർ, അനേക കൂട്ടുകാർ, ആമേൻ, ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിൽ മറ്റൊരു വീട്ടിൽ ആമേൻ സ്വീകരിച്ച് കർത്താവിൻ്റെ ഭവനത്തിൽ ഭവനക്കാരനായി ആമേൻ ദൈവം ഇന്ന് തീർത്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനാലിടയിൽ കടന്നുപോയതായ അതിസങ്കീർണമായ സാഹചര്യം, പോലീസിൻ്റെ പീഡനം, വളരെ ചെറുപ്പത്തിൽ തന്നെ പോലീസിൻ്റെ പീഡനം, മറ്റ് പല വിധത്തിലുള്ളതായ നിന്ദയും അപമാനവും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും കഠിനമായ പരിശോധനകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ തകർന്നു പോകാതെ സർവശക്തനായ ദൈവത്തിൻ്റെ കരം കൂടെയിരുന്ന് ദൈവം വഴി നടത്തി. ഇന്നും ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ ജീവിക്കുവാൻ തക്കവണ്ണം ആ നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവമാക്കി വച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ രമ്യ പ്രവചനമോ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിച്ചല്ലോ, കുശവൻ്റെ ഭവനത്തിൽ കുശവൻ്റെ കയ്യിലെ പാത്രം പോലെ ഉടച്ചു വാർക്കുന്ന ആ ഒരു അനുഭവത്തിൽ ദൈവം ഉടച്ചു വാർത്ത് ദൈവത്തിന്, അല്ലെങ്കിൽ ആ കുശവന് ഏറ്റവും ഒരു മാനപാത്രമായി, ഒരു ഹീനപാത്രമായിരുന്ന ആമേൻ നമ്മെ മാനപാത്രമായി പണിതെടുത്ത് ഇന്ന് കർത്താവിന് പ്രയോജനമുള്ളവനാക്കി തീർത്തു ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ദൈവം സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ശുശ്രൂഷ മണ്ഡലങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള സമാനമായ വിഷയങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾ നിമിത്തം സമൂഹം, കുടുംബം ഒക്കെ നിങ്ങളെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൾ എന്ന് ഒരുപക്ഷെങ്കിൽ നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആകയാൽ കർത്താവെ, ഞാനിതായി എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ വിളിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ ഭവനത്തിൽ ആമേൻ ഇനിയും ആമേൻ ഇടമുണ്ട്. നമ്മെ ഓരോരുത്തരെയും കർത്താവ് ചേർത്ത് നിർത്തുന്നു. ആകയാൽ കർത്താവെ, ഞാനിതായി എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കുവാൻ ആര് തയ്യാറാകും? അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവത്തിന് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ദൈവസന്നിധിയിൽ ഈ നിമിഷം പ്രാർത്ഥന നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. അപ്പാ, പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല പിതാവേ, അപ്പാ, ഈ നല്ല പകൽ വേലയ്ക്കായി സ്തോത്രം സ്തുതിക്കുന്നു. ദൈവമേ സ്തോത്രം. ആദ്യം തന്നെ കർത്താവ് സ്തോത്രം. അരോമ ടിവി കർത്താവെ ചാനൽ കർത്താവ് സ്തോത്രം എടുത്തു കർത്താവ് സ്തോത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ദേവദാസൻ ഡാനി പാസ്റ്റർക്കായി സ്തോത്രം സ്തുതിക്കുന്ന കർത്താവെ. ദാസന്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേയുടെ ദാസൻ അപ്പാ സ്തോത്രം പിതാവേ, ഈ വലിയൊരു ദൗത്യം ചെയ്തുകൊണ്ടിരിക്കണല്ലോ. സ്വർഗ ദൈവമാണല്ലോ ഈ ദൗത്യം നമ്മുടെ ദാസൻ ഏൽപ്പിച്ചത്. ആദ്യം തന്നെ കർത്താവിന്റെ ദാസൻ കുടുംബത്തിന് അനിയും കർത്താവെ കടപ്പാട് അടിയൻ സമർപ്പിക്കുന്നു. അവരെ മാനിക്കുന്ന, ആശ്രയിക്കുന്ന, അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പാ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന ഒരു വ്യക്തിയും കർത്താവ് സ്തോത്രം പിതാവ് കേട്ടിട്ട് ഈ യേശുവിനെ താവെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഒരിക്കലും അനുവദിക്കരുത്. ദൈവമേ സ്തോത്രം പിതാവേ, അടിയൻ അപ്പാ സ്തോത്രം. ഈ ലോകത്തിൽ ജീവിതം മാത്രമല്ല ജീവിക്കേണ്ടത് കർത്താവേ സ്തോത്രം. സ്വർഗരാജ്യം ഉണ്ടെന്നും സ്വർഗത്തിലേക്ക് അപ്പാ എന്നെ വിളിച്ചത് കൊണ്ടിട്ടാണ് ഇതിലേക്ക് കൂടി എന്നെ കടത്തിവിട്ടതെന്നും അത് കേൾക്കുന്ന വ്യക്തിക്ക് അത് ബോധ്യമാകുകയും ഈ നല്ല ദൈവത്തെ രക്ഷണ സ്വീകരിക്കുവാനും ഈ സാക്ഷ്യം അനേകർക്ക് കർത്താവെ ഒരു ഉപകാരമായി തീരട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം.
എല്ലാ പ്രഷർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവയുടെ ദാസൻ കുടുംബത്തിന് വേണ്ടി വീണ്ടും ഒരിക്കലൂടി പ്രാർത്ഥിക്കണം. കർത്താവെ അടിയന് ശക്തമായി ഇന്ന് പകലെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. നന്ദി തകപ്പനെ സ്തോത്രം. സകല മാനവും തങ്ങിക്കാൻ പുകച്ചങ്ങിക്കാൻ അല്ലെ യേശു ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കണം, കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. 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 വളരെ നന്ദി കർത്താവിൻ്റെ ദാസൻ ശേഖർ അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദയവായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇനിയും ഏറെ മുന്നോട്ട് യാത്രയും കർത്താവ് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. മാത്രമല്ല നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.